ഫ്ലിപ്കാർട്ടിൽ ലിസ്റ്റ് ചെയ്യുന്ന പോലെയല്ല ആമസോണിൽ ലിസ്റ്റ് ചെയ്യേണ്ടത്. ഫ്ലിപ്കാർട്ടിലുള്ള പോലത്തെ കാറ്റലോഗിങ് അല്ല ആമസോണിന് ആവശ്യം വരുന്നത്. പണ്ട് നമ്മൾ ഞങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 3 പടം ഉണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റിംഗ് ചെയ്യായിരുന്നു. അത് ഫേസ്ബുക്കിലാണെങ്കിലും ആമസോണിലാണെങ്കിലും ലിസ്റ്റിംഗ് ചെയ്യായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. രണ്ടിനും അവരുടേതായിട്ടുള്ള സ്റ്റൈലുകളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ജിയോ മാർക്കറ്റ് വരുമ്പോൾ അവിടെയും അവർക്ക് അവരുടേതായിട്ടുള്ള സ്റ്റൈലുകളും കാര്യങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വിദ്യാർത്ഥിയായിട്ടിരിക്കണം, എപ്പോഴും ഇതിന് അലേർട്ടായിട്ടിരിക്കണം, ഞാൻ ലിസ്റ്റ് ചെയ്തു ഇല്ലെങ്കിൽ വിട്ടുപോയിക്കോളും എന്നുള്ള പോലെയല്ല. ഇപ്പം അത് എല്ലാ തരത്തിലുള്ള മാർക്കറ്റിങ്ങിലും അത് ഒരേപോലെ തന്നെയാണ്. അന്ന് ഞങ്ങളുടെ ഒരു ഭാഗ്യത്തിന് അന്ന് ഇ കൊമേഴ്സ് മാർക്കറ്റ് ഇന്ത്യയിൽ വരുന്നുള്ളൂ. ആമസോൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ആമസോണിൽ ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഒരു പ്ലസ് പോയിൻ്റ് എന്താ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സെല്ലേഴ്സ് കുറവായിരുന്നു. അപ്പോൾ ആമസോണായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അവർ ഞങ്ങളെ അന്ന് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ബേസിക് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു അവസരം ഞങ്ങൾക്ക് കിട്ടി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ഇ കൊമേഴ്സ് വിറ്റ് തുടങ്ങി കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ സെയിൽസ് ചിലപ്പോൾ പ്രശ്നമാവും. അപ്പോൾ ഞാൻ പറഞ്ഞു, സെയിൽസിന് പ്രശ്നമാവില്ല, സെയിൽസ് കൂടുകയുള്ളൂ, നമ്മളതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവരുടെ ട്രഡീഷണൽ ടീമിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ ഈ പ്രൊഡക്റ്റ്, ഈ 3000 പീസും ഒരു മാസം കേരളത്തിൽ വിറ്റുണ്ടായിരുന്നു. ഏതാണ്ട് 60,000-70,000 ബോട്ടിൽ എത്തുകയും ചെയ്തു. ഈ 3000 മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്ന 6,000 കൂടുകയും ചെയ്തു. സെക്ഷൽ വെൽനെസ് എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റാണ്. കേരളത്തിൽ ധാരാളം നല്ല നല്ല പ്രൊഡക്റ്റുകളുണ്ട്, ധാരാളം തട്ടിപ്പുകാരുമുണ്ട്. ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു പ്രശ്നം അവിടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യാത്തത്. നമ്മൾ ആ മാർക്കറ്റ് ആദ്യം നോക്കി ഇവരെങ്ങനെയാണ് പൊസിഷൻ ചെയ്യുന്നത്. ഇ കൊമേഴ്സിൻ്റെ ഒരു കറുത്ത ഭാഗമാണ്, പക്ഷെ വലിയൊരു മാർക്കറ്റാണത്. ഓൺലൈൻ വ്യാപാര രംഗം വളരെ സജീവമാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങുന്നു, അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഓൺലൈൻ വ്യാപാരത്തിൻ്റെ സാധ്യതകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കും. ശ്രീ പ്രേംകുമാർ മേനോൻ ഈ ഓൺലൈൻ വ്യാപാര രംഗത്താണെങ്കിലും അല്ലെങ്കിൽ ഇ കൊമേഴ്സ് രംഗത്താണെങ്കിലും വളരെ സക്രിയമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ്. ഈ രംഗത്തെ പുതിയ സാധ്യതകളെ പറ്റിയിട്ട്, പുതിയ മാറ്റങ്ങളെ പറ്റിയിട്ടൊക്കെ എന്താണ് പറയാനുള്ളത്? ഇ കൊമേഴ്സ് മാർക്കറ്റിംഗ്, ഇ കൊമേഴ്സ് സെയിൽസ് എന്ന് പറയുന്നത് ഡെയിലി മാറി വരുന്ന ടെക്നോളജിയുടെ കൂടെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. വളരെ ഫാസ്റ്റായിട്ട് അപ്ഡേഷൻ നടക്കുന്ന ഒരു മേഖലയാണ്. അതായത് ഇവിടെ ഈ മേഖലയിൽ ആരെങ്കിലും എക്സ്പേർട്ട് എന്ന് പറയുകയാണെങ്കിൽ അത് സത്യം പറയുകയാണെങ്കിൽ തെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പറയുന്ന സാധനമല്ല നാളെ വരുന്നത്. ഒരു വിദ്യാർത്ഥിനെ പോലെ ഡെയിലി ഇതിൻ്റെ അപ്ഡേഷൻസ് എന്തൊക്കെയാണ്, അതിലേക്ക് എങ്ങനെ നമ്മുടെ സാധനങ്ങൾ കൊണ്ടുവരണം. അതായത് ഒരു പ്രൊഡക്റ്റ്, പണ്ടൊക്കെ ഇ കൊമേഴ്സ് മേഖലയിൽ ഒരു 3 നല്ല പിക്ചർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാമെന്നുള്ളതായിരുന്നു. ഇപ്പോൾ ലിസ്റ്റിംഗ് അങ്ങനെ അത് മാത്രമായിട്ട് ലിസ്റ്റിംഗ് വരില്ല. ഇപ്പോൾ AI കൂടി വന്നതിന് ശേഷം അതിൽ പല കാര്യങ്ങളും നമ്മൾ റോക്കറ്റിൻ്റെ സ്പീഡിലാണ് ഈ സാധനം പോകുന്നത്. അപ്പോൾ നമ്മളിതിനെ ഡെയിലി പഠിച്ച് അതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണോ അത് മാറ്റി, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇരിക്കുന്ന പോലെ തന്നെ തീർച്ചയായും സ്റ്റോക്ക് മാർക്കറ്റ് പോലെ നോക്കിയിരിക്കണം, അപ്പ് ആൻഡ് ഡൗൺ നോക്കിയിരിക്കണം. ഇന്ന് ഹിറ്റായ ഒരു പ്രൊഡക്റ്റ് നാളെ എത്ര പെട്ടെന്നാണ് താഴത്തേക്ക് വരിക എന്ന് പറയാൻ പറ്റില്ല. അത് പ്രൊഡക്റ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടിരിക്കാം, റിവ്യൂസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ലിസ്റ്റിങ്ങിൻ്റെ പ്രോബ്ലംസ് കൊണ്ടിരിക്കാം. എന്തുകൊണ്ടാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റായിട്ട് കറക്ഷൻസ് എടുത്ത് കൊണ്ട് നടക്കേണ്ട ഒരു മേഖലയാണ് ഇ കൊമേഴ്സ്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുള്ളത്, എൻ്റെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഞാനതിപ്പോൾ ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടോ പോലൊരു ഇ കൊമേഴ്സ് മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നാളെ മുതൽ എനിക്ക് വിൽക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ അടുത്ത് പല ആൾക്കാരും ഇതിനെക്കുറിച്ച് അറിഞ്ഞു വരുന്നത്. അല്ലാതെ അങ്ങനെയല്ല. ഈ ഒരു സാധനം മാർക്കറ്റ് ചെയ്യാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അവിടെ വരുമ്പോഴേ അറിയുള്ളൂ. പക്ഷേ ഈ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് കാര്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിയാക്കി എടുക്കാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. ഒരു സാധാരണ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പിലോ വരുന്ന പോലത്തെ ബുദ്ധിമുട്ടുകൾ ഇവിടെ വരുന്നില്ല. പക്ഷേ ഇ കൊമേഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മേഖലകൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ പ്രൊഡക്റ്റുകളും സക്സസ് ആവണം നിർബന്ധമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ഓൺട്രപ്രീനേഴ്സിനും പറ്റുന്നൊരു അബദ്ധം, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊഡക്റ്റ് അത് ഏറ്റവും ബെസ്റ്റാണ്. അവരുടെ കുട്ടി വളരെ മൈ ബേബി ഈസ് ബെസ്റ്റ് ബേബി എന്നുള്ളതാണല്ലോ ഒരു കൺസെപ്റ്റ്. പക്ഷേ ഈ സാധനം മാർക്കറ്റിന് ആവശ്യമുണ്ടോ എന്നുള്ളൊരു കാര്യം അത് പലപ്പോഴും അവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ആ മാർക്കറ്റിൽ ചിലപ്പോൾ മാർക്കറ്റ് റെഡിയുമായിരിക്കും, പക്ഷേ ആ റെഡി ആയിട്ടുള്ള മാർക്കറ്റിലേക്ക് ഇത് എങ്ങനെ വെച്ച് കൊടുത്താലാണ് ആൾക്കാർ വാങ്ങിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു ക്യാച്ച്. അവിടെയാണ് എന്നെ പോലത്തെ ആൾക്കാർ പഠിച്ച് പലപ്പോഴും തോൽവി അറിഞ്ഞ് അവിടുന്ന് പഠിച്ചു വന്നിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ. തീർച്ചയായും നമ്മൾ ഒരു 10 കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൊരു 6 കാര്യങ്ങളിൽ മിസ്റ്റേക്ക് വരാറുണ്ട്. ആ മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് നമ്മൾ കറക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് ഇത് ശരിയായിട്ട് വരുന്നത്. ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ഹൈ റിസ്കി ജോബ് ഓൾസോ. അപ്പോൾ അതാണ് ഇ കൊമേഴ്സ് മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ലോകത്തിൻ്റെ ഒരു ചെറിയ കോണിലിരുന്ന് മുഴുവൻ ലോകത്തിലേക്കും സാധനങ്ങൾ എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്
അതിൻ്റെ ഒരു പ്രത്യേകത. ഈ കൊമേഴ്സിൻ്റെ ഒരു സാധ്യതകളെ പറ്റി പറയുമ്പോൾ ഇപ്പോഴും പലർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ യുണീക്കായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ കൂടിയിട്ട് നമ്മുടെ വളരെ റൂറലായിട്ടുള്ളൊരു നാട്ടിൻപുറത്ത് നമ്മൾ പണ്ടൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു കുഗ്രാമത്തിലായിരിക്കും, പക്ഷേ അവിടെയായിരിക്കും ഏറ്റവും നല്ലൊരു പവിഴം ഉണ്ടായിരിക്കുക, ഒരു മുത്തുണ്ടായിരിക്കുക. പക്ഷേ ഇത് അവിടുത്തെ ആളുകൾക്ക് അതിൻ്റെ മൂല്യം അറിയില്ല. അതിൻ്റെ മൂല്യം അറിയുന്ന ഒരാൾ മറ്റൊരു രാജ്യത്തായിരിക്കും, മറ്റൊരു ദേശത്തായിരിക്കും. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് ഈ പവിഴത്തെ, ഈ മുത്തിനെ, ഈ പ്രൊഡക്റ്റിനെ, അമൂല്യമായ ഒരു കാര്യത്തെ നമുക്ക് അവിടെ പോയി സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വലിയ സാധ്യതയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്വന്തം ബേബി അല്ലെങ്കിൽ സ്വന്തം കുട്ടി വളരെ അമൂല്യമായിരിക്കും എന്നൊക്കെ പറയുമെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റിനെ പെട്ടെന്ന് തന്നെ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ്, ഇതിൻ്റെ ഒരു സ്ട്രക്ചർ? ഇപ്പോൾ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു വേർഡ് നേരത്തെ സാറ് പറഞ്ഞു. അപ്പോൾ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത് എന്താണ്? ഇതിൻ്റെ ഒരു സ്ട്രക്ചറിക്കലായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? അതായത് ഇ കൊമേഴ്സ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പലർക്കുമുള്ളൊരു തെറ്റിദ്ധാരണ ആമസോൺ, ഫ്ലിപ്കാർട്ട്. അപ്പം ഇ കൊമേഴ്സിനെ ശരിക്കും നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഒന്ന് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ വലിയ ഭീമന്മാരുള്ള സ്ഥലമാണ്. ഇപ്പോൾ അതിലേക്ക് റിലയൻസും കടന്നു വന്നിട്ടുണ്ട്. റിലയൻസ് രണ്ട് പ്രാവശ്യം അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഇപ്പോൾ പക്ഷേ അവർ വീണ്ടും കറക്ഷൻസൊക്കെ ചെയ്തിട്ട് വീണ്ടും വരുന്നുണ്ട്. മാർക്കറ്റ് പ്ലേസ് കൂടി സെല്ല് ചെയ്യുന്ന ഒരു വിഭാഗം. ഈ മാർക്കറ്റ് പ്ലേസിൽ തന്നെ 2 എണ്ണം ഉണ്ട്. ഒന്ന് നമ്മൾ മാർക്കറ്റ് പ്ലേസിലൂടെ നമ്മുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നു. അതല്ലാതെ ഡ്രോപ്പ് ഷിപ്മെൻറ്റ് എന്ന് പറയും. അതായത് അവർ നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിച്ച് അവർ വിൽക്കുന്നു, അവർ കാശ് മേടിക്കുന്നു, അങ്ങനൊരു സംഭവം. ഇതല്ലാതെ നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ നമ്മൾ ചെയ്യുന്ന സെയിൽസ്, അതും ഇ കൊമേഴ്സാണ്. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ മാർക്കറ്റ് പ്ലേസിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. അതായത് നമ്മുടെ ഒരു ഇപ്പോൾ ലുലു മോളിൽ നിങ്ങളൊരു സാധനം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സാധനം വിൽക്കോ ഇല്ല എന്നുള്ള രണ്ടാമത്താണ്. പക്ഷേ ഒരു ദിവസം ഏതാണ്ട് 1.5 ലക്ഷം ആൾക്കാർ കാണും. അതാണല്ലോ ലുലു മാളിൽ നമ്മളൊരു സാധനം കൊണ്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്ലേസ്മെന്റിന് ഒരു വലിയ പ്രാധാന്യം. അതെ, മാർക്കറ്റ് പ്ലേസിൽ വയ്ക്കുമ്പം അവിടെ ട്രാഫിക് ഓൾറെഡി ഉള്ളത് കാരണമുണ്ട്, അവിടെ ധാരാളം ആൾക്കാർ വരുന്ന കാരണമുണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് കാണാനുള്ള ചാൻസ് കൂടുകയാണ്. നേരെ മറിച്ച് നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ത്രൂ ആണ് ഒരു സാധനം പ്രൊഡക്റ്റ് വിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടി മാർക്കറ്റിംഗ് ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ ഒരു ഇത്, രണ്ട് സാധനം. മൂന്നാമതെന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും പറയുന്ന സോഷ്യൽ മീഡിയ ത്രൂ വിൽക്കുന്നത്. ഇപ്പോൾ ഫേസ്ബുക്ക് കൂടെ ഇപ്പോൾ ധാരാളം സ്ത്രീകൾ അവരുടെ ഈ മറ്റേ സാരിയിൽ പ്രിൻറ്റഡ് വർക്കും കാര്യങ്ങളും ചെയ്യുന്നത്, അതൊരു കസ്റ്റമൈസേഷൻ ആവശ്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർക്ക് സോഷ്യൽ മീഡിയയിൽ ത്രൂ ഉള്ള ഇ കൊമേഴ്സാണ് അവരെ സംബന്ധിച്ചോളം ഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ സാധനം കാണിക്കുന്നു, അവരെ ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നു, ഓൺലൈനായിട്ട് അവർ സംസാരിക്കുന്നു, അവർക്ക് വേണ്ടി ഡിസൈൻ ഫിക്സ് ചെയ്യുന്നു, അവർ സാധനം ഉണ്ടാക്കുന്നു, അയച്ചു കൊടുക്കുന്നു. അങ്ങനെ 3 തരമായിട്ട് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. മാർക്കറ്റ് പ്ലേസിൽ പോകുമ്പോൾ എന്താ കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ അവിടെ മാർക്കറ്റ് പ്ലേസ് അവരുടേതായിട്ടുള്ളൊരു ഇതുണ്ട്, അവരുടേതായിട്ടുള്ളൊരു ചില ചിട്ടകളും കാര്യങ്ങളും ഉണ്ട്. അവിടെയാണ് ഈ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നേരത്തെ പറഞ്ഞ ഒരു വാക്ക് വരുന്നത്. ഫ്ലിപ്കാർട്ടിൽ ലിസ്റ്റ് ചെയ്യുന്ന പോലെയല്ല ആമസോണിൽ ലിസ്റ്റ് ചെയ്യേണ്ടത്. ഫ്ലിപ്കാർട്ടിലുള്ള പോലത്തെ കാറ്റലോഗിങ് അല്ല ആമസോണിന് ആവശ്യം വരുന്നത്. പണ്ട് നമ്മൾ ഞങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 3 പടം ഉണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റിംഗ് ചെയ്യായിരുന്നു. അത് ഫേസ്ബുക്കിലാണെങ്കിലും ആമസോണിലാണെങ്കിലും ലിസ്റ്റിംഗ് ചെയ്യായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, രണ്ടിനും അവരുടേതായിട്ടുള്ള സ്റ്റൈലുകളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ജിയോ മാർക്കറ്റ് വരുമ്പോൾ അവിടെയും അവർക്ക് അവരുടേതായിട്ടുള്ള സ്റ്റൈലുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഡിഫറൻസുകളും ഇതും വരും. കാറ്റലോഗിങ് എന്ന് പറയുന്ന ഒരു ഫ്രേസ് വരും. ഇതൊക്കെ ടെക്നിക്കലി ഭയങ്കര സൗണ്ട് ഇതാണെങ്കിലും വളരെ സിമ്പിളാണ്. അതായത് നമ്മളൊരു സാരി മേടിക്കാനൊരു സാരി കടയിൽ പോയി കഴിഞ്ഞാൽ സാരി അവരെടുത്ത് ഒരു 5 സാരി എടുത്തിടുന്നു. നമ്മൾ അതിൽ ഏതെങ്കിലും 2 സാരി നമുക്ക് ഇഷ്ടപ്പെടുന്ന കാണിക്കുകയാണെങ്കിൽ അവർ തുറന്ന് കാണിക്കുന്നു. അതായത് ഇതിൽ പല്ലു ഈ ഭാഗത്താണ് ഈ ഡിസൈൻസ് ഉണ്ട് അങ്ങനെ പറയുന്നു. അതേപോലെ നമുക്ക് ഇ കൊമേഴ്സ് മാർക്കറ്റിലും നമ്മുടെ ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്താണ്, ഈ മാർക്കറ്റിംഗ് ടേമിൽ പറയുകയാണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചർ ബെനിഫിറ്റ് എന്താണ്, അത് കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പം അതിനാണ് കാറ്റലോഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാറ്റലോഗിങ് ചെയ്യുന്നത് 2 സ്റ്റൈലാണ്. അപ്പം പല വ്യത്യാസങ്ങളുമുണ്ട്. ഇതിനുപരി എന്താ വലിയൊരു പ്രശ്നം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റ് റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രൊഡക്റ്റിന് എന്ത് വിലയിട്ട് കഴിഞ്ഞാൽ മാർക്കറ്റിൽ സാധനം വിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ വിലയുടെ പല പ്രൊഡക്റ്റുകളും നിങ്ങളുടെ വില കുറഞ്ഞതാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ വലിയൊരു പ്ലസ് പോയിൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതിന് ശേഷം പണ്ട് 3 ദിവസം 4 ദിവസം ഒരാഴ്ചയൊക്കെ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന മാർക്കറ്റ് റിസർച്ച് നമുക്കിപ്പോൾ 3 മിനിറ്റ് കൊണ്ട് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടിയും ബെറ്ററായിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബെനിഫിറ്റ് നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും, നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിനും ഉണ്ട്. അപ്പോൾ അവരും നമ്മൾ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ അവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളിപ്പോൾ ഒരു വിദ്യാർത്ഥിയായിട്ടിരിക്കണം, എപ്പോഴും ഇതിന് അലേർട്ടായിട്ടിരിക്കണം, ഞാൻ ലിസ്റ്റ് ചെയ്തു ഇനി അങ്ങ് വിട്ടുപോയിക്കോളും എന്നുള്ള പോലെയല്ല. ഇപ്പം അത് എല്ലാ തരത്തിലുള്ള മാർക്കറ്റിങ്ങിലും അത് ഒരേപോലെ തന്നെയാണ്. ഞാൻ ഇവിടെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലാണ് റെഗുലറായിട്ട് പോകുന്നത്. ഓരോ 3 മാസം കൂടുമ്പോഴും അവരുടെ പ്ലേസ്മെൻറ്റുകളും കാര്യങ്ങളും മാറ്റുന്നുണ്ട് കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച്. അതേപോലെ ഇ കൊമേഴ്സിനും ഈ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇവിടെ 3 മാസമാണെങ്കിൽ ഇവിടെ 3 ദിവസത്തിലാണെന്നുള്ളതാണ് വ്യത്യാസം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കറക്റ്റ് ചെയ്ത് പോകണം. അപ്പം ഓവറോൾ പറയുകയാണെങ്കിൽ
ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് എന്താണെന്ന് നമുക്ക് ഇ കൊമേഴ്സ് മാർക്കറ്റിൽ പല ടൂൾസുകളും അതിന് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൽ നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുത്താൽ ഈ സാധനം വിൽക്കാൻ പറ്റും നമുക്ക് മനസ്സിലാവും. പിന്നെ അതിൻ്റെ റിവേഴ്സ് കാൽക്കുലേഷനാണ്. ഞാൻ 100 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ചിലവ് അതിൽ കവർ ചെയ്യുമോ? അത് കഴിഞ്ഞ് ഞാനൊരു പ്രൊഡക്റ്റ് വിൽക്കുന്ന പുണ്യത്തിനല്ലല്ലോ, എനിക്കതിൻ്റേതായിട്ടുള്ള ലാഭങ്ങൾ വേണം. അപ്പോൾ ആ ലാഭം ഇതിൽ കിട്ടുമോ, ഈ വിലയ്ക്ക് കിട്ടുമോ എന്നുള്ളതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. പലപ്പോഴും ഈ കൊമേഴ്സ് മാർക്കറ്റിൽ, പ്രത്യേകിച്ച് ഫ്ലിപ്കാർട്ട് പോലത്തെ മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് കാണാം ഒരു പ്രൊഡക്റ്റ് തന്നെ മൾട്ടിപ്പിൾ സെല്ലേഴ്സ് വിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കോൾഗേറ്റിൻ്റെ ഒരു 200 രൂപയുടെ ഒരു പൗച്ചാണെന്ന് വയ്ക്കുക. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ് കേട്ടോ, അങ്ങനെ നടക്കില്ല. ഈ 200 രൂപയുടെ പൗച്ച് തന്നെ പലരും വിൽക്കുന്നുണ്ടാവും. ചില ആൾക്കാർ 190 രൂപയ്ക്കായിരിക്കും, ചില ആൾക്കാർ 175 രൂപയ്ക്കായിരിക്കും, ചില 185 ആയിരിക്കും. ഇതിന് വരാനുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പുറമേ നിന്ന് നോക്കുന്ന ഒരാൾ ഈ കൊമേഴ്സ് മാർക്കറ്റ് പ്ലേസിൽ നോക്കുമ്പോൾ ഇത് 200 രൂപയുടെ സാധനം 190 രൂപയ്ക്കാണല്ലോ അയാൾ വിൽക്കുന്നത്. ഇത് മേടിച്ച് കടയിൽ വിൽക്കുന്ന ഒരാൾ അയാൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ സാധനം എനിക്ക് 185 രൂപയ്ക്കാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് 190 വിൽക്കുകയാണെങ്കിൽ 15 രൂപ ലാഭം ഉണ്ടല്ലോ, എനിക്ക് 5 രൂപ കുറച്ചാലും നഷ്ടമില്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ വില കുറച്ച് വിൽക്കാൻ തുടങ്ങുന്നത്. ഈ വിറ്റ് ഒരു 7 ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ പേയ്മെൻറ്റ് വരുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുക ഈ വിറ്റ കാശിന് മുഴുവൻ ഇവർക്ക് കിട്ടുന്നില്ല, ഇതിൻ്റെ മുകളിൽ ചിലവുണ്ട്, അതായത് മാർക്കറ്റ് പ്ലേസ് എടുത്ത ചിലവ്. അപ്പോഴാണ് മനസ്സിലാവുക എനിക്ക് അബദ്ധം പറ്റിയെന്നുള്ളത്. ഇത് പറഞ്ഞു വരുമ്പോഴേക്കും ഏതാണ്ട് 1 മാസം 3 മാസമൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പേയ്മെൻറ്റ് ഇങ്ങനെ വരുന്നു, അപ്പോൾ ഈ റൊട്ടേഷനിൽ ഇവർ അറിയില്ല. അപ്പോൾ പലർക്കും പറ്റുന്നൊരു അബദ്ധം അവിടെയാണ്. അതായത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഹോംവർക്ക് ചെയ്യില്ല. ഞാൻ പഠിച്ചു വന്നിട്ടുള്ള എനിക്ക് പറ്റിയ അബദ്ധങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്തിട്ടുള്ള സാധനമാണ്. ഞങ്ങൾക്ക് തുടങ്ങുന്ന സമയത്ത്, അതായത് ഞാനൊരു കോർപ്പറേറ്റ് ജോബിലുണ്ടായിരുന്ന ഒരാളാണ്. അവർക്ക് ഇ കൊമേഴ്സ് ചെയ്യാനുള്ളൊരു ആലോചന വന്നപ്പോൾ ഞങ്ങൾക്കൊരു ചാലഞ്ചായി തന്ന് ഞാൻ അടക്കം ഒരു ടീം എടുത്ത് ഞങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ളതാണ്. അന്ന് ഞങ്ങളുടെ ഒരു ഭാഗ്യത്തിന് അന്ന് ഇ കൊമേഴ്സ് മാർക്കറ്റ് ഇന്ത്യയിൽ വരുന്നുള്ളൂ. ആമസോൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ആമസോണിൽ ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഒരു പ്ലസ് പോയിൻ്റ് എന്താ കിട്ടിയ വെച്ച് കഴിഞ്ഞാൽ അന്ന് സെല്ലേഴ്സ് കുറവായിരുന്നു. അപ്പോൾ ആമസോണായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അവർ ഞങ്ങളെ അന്ന് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ബേസിക് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു അവസരം ഞങ്ങൾക്ക് കിട്ടി. പിന്നെ അതിൻ്റെ മുകളിൽ പഠിച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ അബദ്ധങ്ങൾ കാണിച്ചിട്ടാണ് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളത്. അത് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഈ അബദ്ധങ്ങളുടെ വിലയും നമുക്ക് മനസ്സിലാവുന്നത്. അതായത് 1 രൂപ നഷ്ടപ്പെടുന്നതിൻ്റെ വിഷമം നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത്. ഇത് പലപ്പോഴും പുതിയ ആൾക്കാർക്ക് അവർ കാൽക്കുലേറ്റ് ചെയ്യില്ല. അവരത് അറിഞ്ഞു വരുമ്പോഴേക്കും അവരുടെ കയ്യിൽ നിന്ന് ധാരാളം പണം പോയിട്ടുണ്ടാവും. അതായത് എൻ്റെ അനുഭവത്തിൽ വർക്കിംഗ് ക്യാപിറ്റൽ വരെ ലൂസായിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. അതായത് അവർ ഈ മണി റൊട്ടേഷൻ ശ്രദ്ധിക്കാത്ത കാരണം കൊണ്ട് എല്ലാ ആഴ്ചയും പേയ്മെൻറ്റ് വരുന്നുണ്ട്. ഈ പേയ്മെൻറ്റ് വരുന്നത് നേരത്തെ വിട്ടിട്ടുള്ള എല്ലാത്തിൻ്റെയും ആണെന്നുള്ള ഇതിലാണ് അദ്ദേഹം ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതല്ല, 10 ഓർഡർ വിറ്റിട്ടുണ്ടെങ്കിൽ അതിൽ 6 ഓർഡറിൻ്റെ പേയ്മെൻറ്റേ വന്നിട്ടുള്ളൂ എന്നുള്ള കാൽക്കുലേഷൻ അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ഇതിലേക്ക് ഇറങ്ങി ഏതൊരു മറ്റേ ബിസിനസ്സിൽ ചെയ്യുന്ന പോലെയും ഇതിലും നമ്മൾ വളരെ ഹോംവർക്ക് കറക്റ്റായിട്ട് ചെയ്യണം, അപ്ഡേഷൻ മാത്രമല്ല. അതായത് ഞാൻ സിമ്പിളായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ടീമിൽ പലരും എന്നെ കളിയാക്കാറുണ്ട്. അതായത് ഞാൻ ഈ സെലോ ടേപ്പ് പൊട്ടിക്കുന്ന മറ്റേ നമ്മൾ ഡെസ്പാച്ച് ചെയ്യുമ്പോൾ പൊട്ടിക്കുന്ന സെലോ ടേപ്പ് ഉണ്ടല്ലോ, ഞാൻ അതിൻ്റെ വരെ കണക്ക് എഴുതി വയ്ക്കാറുണ്ട്. അപ്പോൾ ചോദിക്കും, സാർ ഇത് 136 രൂപയ്ക്ക് 200 മീറ്റർ കിട്ടുന്നതിൻ്റെയൊക്കെ നമ്മൾ എന്തിനാണ് കണക്ക് വയ്ക്കുന്നതെന്ന് പറയും. 25 പൈസയുടെ വില എന്താണെന്നുള്ളത് നമുക്കതിൻ്റെ ഫുൾ കാൽക്കുലേഷൻ എടുത്ത് നോക്കുമ്പോഴാണ് അറിയുള്ളൂ. അപ്പോൾ ₹1 ചിലവാക്കുന്ന, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടി, ഇപ്പോൾ റിട്ടേൺസ് വരുമ്പം അതിലെന്തൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമ്മൾ പലപ്പോഴും റിട്ടേൺസ് വരുന്നതിൻ്റെ പാക്കിംഗ് മെറ്റീരിയൽ അടുത്ത സാധനത്തിൽ പാക്കിംഗ് മെറ്റീരിയലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഹാൻഡിൽ ചെയ്യുമ്പോൾ പ്രശ്നം വരുന്ന സാധനത്തിൽ ഫിൽ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുകൂടി നമ്മുടെ സേവിങ്സ് ആക്കി എടുത്താൽ മാത്രമാണ് ഇങ്ങനെ ഇ കൊമേഴ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഫിറ്റ് ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നിങ്ങൾ മാർക്കറ്റ് പ്ലേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ വെബ്സൈറ്റിൽ ത്രൂ പ്രൊഡക്റ്റ് ഇ കൊമേഴ്സിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലിയറായിട്ട് അവിടെ ഒരു പിക്ചറുണ്ട്. ഞാൻ 100 രൂപയുടെ സാധനം 200 രൂപയ്ക്ക് വിറ്റു, അതിന് പാക്കിംഗ് മെറ്റീരിയൽ 15 രൂപയുടെ നമ്മൾ ചിലവാക്കി, സ്പീഡ് പോസ്റ്റിനാണ് അയക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 40 രൂപ തന്നെ ചിലവായി. ഞാൻ എൻ്റെ പാക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്കും ഈ ശമ്പളം കൊടുക്കുന്നതിൻ്റെ അതിനൊരു സർട്ടൻ പെർസെൻറ്റേജ് അതിൽ വന്നു. ഇതിന് യൂസ് ചെയ്ത, അതായത് ലേബിൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു ലേബിളിന് 1.5 രൂപ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കണക്കുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. മാർക്കറ്റ് പ്ലേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കേൾക്കുമ്പോൾ പുറമേ നിന്ന് ബയ്യറിന് നല്ല രസമാണ്. ഇന്ത്യ സെയിൽസ്, ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽസ്, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിന് ഏറ്റവും പുതിയത് വന്നിട്ടുള്ള ട്വിൻസിനെ വെച്ചിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് ഫ്ലിപ്കാർട്ടിന് വരുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ മാർക്കറ്റ് പ്ലേസിലൊക്കെ എപ്പോഴും ഓരോരോ അവരുടെ ബിസിനസ് കൂട്ടാനായിട്ടുള്ള ഓരോ സെയിൽസ് ഉണ്ടാവും. ഈ സെയിൽസിനുള്ള
ഡിസ്കൗണ്ട് ഒരിക്കലും അവരുടെ സൈഡിൽ നിന്നല്ല വരുന്നത്. ഈ ഡിസ്കൗണ്ട് പോകുന്നത് സെല്ലറുടെ സൈഡിൽ നിന്നാണ്. ഇത് പലപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് പറ്റും. അപ്പം ഇന്ന് ഒരു 100 മാർക്കറ്റ് പ്ലേസിൽ 200 രൂപയ്ക്ക് ഒരു സാധനം വെക്കുമ്പോൾ നമുക്ക് 130 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫെസ്റ്റിവൽ സീസണിൽ അല്ലെങ്കിൽ സെയിൽ സീസണിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ 130-ന് പകരം നമുക്ക് കിട്ടും 95 രൂപയായിരിക്കും. ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ് അവിടെ. അപ്പം അതനുസരിച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അത് കാരണം കൊണ്ട് ഈവൻ ഒരു 25 പൈസയുടെ ഒരു സ്റ്റിക്കറാണെങ്കിൽ കൂടെ നമ്മളതിനെ കാൽക്കുലേഷനിൽ നമ്മൾ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. വളരെ ആധികാരികമായിട്ട് ഇപ്പോൾ ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് അതുപോലെ ഈ കൊമേഴ്സിൻ്റെ സാധ്യതകളെ പറ്റിയിട്ട് പറഞ്ഞു. ഈ രംഗത്ത് താങ്കളുടെ ഒരു അനുഭവങ്ങൾ, ഇപ്പോൾ ഇവിടെ നിന്നാണ് ഈ രംഗത്തേക്ക് താങ്കൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്, എങ്ങനെയായിരുന്നു ഈ രംഗത്തെ പറ്റിയുള്ളൊരു പഠനം, അതിലൂടെയുള്ളൊരു വളർച്ചയൊക്കെ? ഞാനൊരു ഹാർഡ് കോർ സെയിൽസ്മാനായിരുന്നു. ഒരു കമ്പനിയുടെ സെയിൽസ് ഫോഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ എൻ്റെ കരിയർ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് സത്യം പറയുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ടോപ്പ് മാനേജ്മെൻറ്റിൽ എത്തിയ സമയത്താണ്, അതായത് 2008 എൻ്റെ കമ്പനി ഇതേപോലെ ആമസോൺ ഇ കൊമേഴ്സ് മാർക്കറ്റിൽ വരുന്ന സമയത്ത് ഇ കൊമേഴ്സിലേക്ക് എന്താണ് നമ്മുടെ സ്കോപ്പ് എന്ന് അറിയാനായിട്ട് എൻ്റെ അടുത്ത് പറയുകയും ഞാനത് പഠിക്കുകയും 2012 ഞങ്ങളുടെ കമ്പനി ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ലിസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ഏകദേശം ഒരു 15 വർഷത്തോളം മുമ്പാണ്. 15 വർഷമായിട്ട് ഞാൻ ഇ കൊമേഴ്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു 3 കൊല്ലം മുമ്പെയാണ് ഇത് ഈ മാർക്കറ്റിനെ കുറിച്ചാണ്. ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് കേൾക്കാൻ നല്ല രസമുള്ള സാധനം, നമുക്കൊരു അറിയാത്തൊരു സാധനമായിരുന്നു അന്ന്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഹെൽത്ത് കെയർ സ്ഥാപനത്തിലാണ്. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് ധാരാളം ഉണ്ടായിരുന്നു. ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ഈ സാധനം എന്താണെന്ന് അവർക്ക് മനസ്സിലാവണം. സാധാരണ മേടിക്കുന്ന ആൾക്കാരല്ലാത്ത ആൾക്കാർ മേടിക്കണം. ഇതിനെക്കാട്ടും വലിയൊരു ചാലഞ്ച് ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്നത്, അന്ന് ഈ കൊമേഴ്സ് വരുമ്പോൾ ഇതിനൊരു വലിയ ശത്രുവായിട്ടാണ് ആൾക്കാർ കണ്ടിരുന്നത്. അതായത് ഇ കൊമേഴ്സിലൂടെ സെല്ല് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റെഗുലർ എല്ലാ കമ്പനികൾക്കും അവരുടേതായിട്ടുള്ളൊരു റീറ്റെയിലിംഗ് വിങ് ഉണ്ടല്ലോ, അവരെ മാർക്കറ്റ് എത്രത്തോളം ബാധിക്കും എന്നുള്ളതായിരുന്നു ഒരു വലിയ ചോദ്യം. കടകളൊക്കെ പൂട്ടിപ്പോകുമെന്നുള്ള സത്യമായിട്ടും ഇതിൽ അന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു മാർക്കറ്റിംഗ് ടൂളായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. അതായത് വിൽപ്പന രണ്ടാമത്തെ ഘടകമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റിൻ്റെ യൂസേജ് കൂടി വരുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്, 2012 കുറേ ബൂം വരുന്ന സമയമാണ്. അപ്പോൾ അത്രയും ആൾക്കാർ നമ്മുടെ പ്രൊഡക്റ്റ് കാണും. മറ്റേത് മെഡിക്കൽ ഷോപ്പുകളിലോ അല്ലെങ്കിൽ ഇവിടെ പോകുമ്പോൾ മാത്രം കാണുന്ന ആൾക്കാർ അവരുടെ മൊബൈലുകളോ അല്ലെങ്കിൽ അവരുടെ കമ്പ്യൂട്ടറിലോ ഈ സാധനം കാണുന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇതിലേക്ക് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് മാർക്കറ്റിംഗ് ആയിരുന്നു അതിൻ്റെ ഒരു വലിയൊരു, അതായത് എത്ര ആൾക്കാർ കാണുന്നുള്ളതായിരുന്നു അതിൻ്റെ വലിയൊരു അട്രാക്ഷൻ. അവിടെ നിന്നാണ് പതുക്കെ ഒരു 2016-18 ആകുമ്പോഴേക്കാണ് ഇ കൊമേഴ്സ് മാർക്കറ്റ് കുറച്ചുകൂടി ഇവോൾവ് ആയതും ധാരാളം പുതിയ മാർക്കറ്റ് പ്ലേസുകൾ വന്നതും ഇഷ്ടംപോലെ സ്റ്റാർട്ടപ്സുകളും കാര്യങ്ങളും വന്നതും. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ അടുത്ത് പരീക്ഷണം നടത്താൻ ധാരാളം കാശിൻ്റെ ഒരു സമയമായിരുന്നു. അപ്പോൾ നോട്ട് നിരോധനത്തിന് മുമ്പായിരിക്കും. അതെ, തീർച്ചയായും. കാരണം ഞാൻ അഡ്വർടൈസിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് കുറേ കൂടി ആൾക്കാർ ഫണ്ട് പമ്പ് ചെയ്തിരുന്നൊരു കാലഘട്ടം ഈ ഒരു 12-നും 16-നും ഇടയിലാണ്. അതിനുശേഷം കുറേ കുറവാണ്, വല്ലാണ്ട് കുറഞ്ഞു. അപ്പോൾ അന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ, പക്ഷേ അതിലൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാർ പറയും അതിനുശേഷം ഇതൊക്കെ നിന്നിട്ടില്ല. കാരണം ഈ ടേസ്റ്റ് പിടിച്ചു, കൾച്ചർ പിടിച്ചു. എത്ര ചെറിയ പ്രൊജക്റ്റ് ആണെങ്കിലും ഒരു മിനിമൽ ഒരു അഡ്വർടൈസിങ്, ഒരു പബ്ലിസിറ്റി കൊടുക്കണം എന്നുള്ളൊരു തോട്ട് ഈ തൊട്ട് മുന്നുള്ള കാലഘട്ടം സൃഷ്ടിച്ചത് കൊണ്ട് നമുക്കത് വർക്കൗട്ട്. അത് മാത്രമല്ല, സത്യം പറയുകയാണെങ്കിൽ നോട്ട് നിരോധനം കഴിഞ്ഞ് GST കഴിഞ്ഞ് കോവിഡാണ് ഇ കൊമേഴ്സ് മാർക്കറ്റിന് ഏറ്റവും വലിയ ബൂം കൊടുത്തത്. വീട്ടിലിരുന്ന സാധനങ്ങൾ മേടിക്കാനുള്ള ശീലം ആൾക്കാർക്കായി. അപ്പോൾ റിസ്ക് എടുക്കാൻ, മറ്റേത് ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറയുന്നു, നീ എന്ത് ധൈര്യത്തിലാണ് മേടിക്കുന്നത്, ഈ സാധനം തന്നെ വരുന്ന എന്താണ് ഉറപ്പെന്നുള്ളത്. അപ്പോൾ ഞാൻ പറയും, ഈ സാധനം വരുന്നത് എനിക്ക് ഉറപ്പില്ല, പക്ഷേ വരുന്ന സാധനം തെറ്റാണെങ്കിൽ തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പ് എനിക്കറിയുണ്ട്. അത് കാരണം കൊണ്ടായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ താങ്കളത് ഓർമ്മിക്കുകയാണെങ്കിൽ ആമസോണിൻ്റെ ഒരു കൺസെപ്റ്റ് അവരങ്ങനെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതായത് അവരൊരു ആദ്യകാല അഡ്വർടൈസ്മെൻ്റ് ഒന്നതായിരുന്നു, സാധനം ഓർഡർ ചെയ്യുന്നു, വരുന്നു, തെറ്റിപ്പോയി, അപ്പം തന്നെ റിട്ടേൺ കൊടുക്കുന്നു, ചിരിച്ചുകൊണ്ട് റിട്ടേൺ മേടിച്ചു കൊണ്ടുപോകുന്നുള്ളതായിരുന്നു. അവർ ആ ഇ കൊമേഴ്സ് ബൂം ഉണ്ടാക്കിയൊരു അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു അത്. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഭാഗം, ഇതിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത് സെല്ലർക്കാണ്. അതായത് നമ്മളൊരു സാധനം വിൽക്കുന്നു, ഈ സാധനം വിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന പോയിൻറ്റുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ലിസ്റ്റ് ചെയ്തൊരു സാധനം താങ്കൾ മേടിക്കുന്നത്, ഞാൻ പറയുന്നത് ഇത് കുട്ടികൾക്കുള്ളതാണെന്നാണ്. അപ്പോൾ ഞാൻ ഈ കുട്ടികളിൽ ഇമേജ് ഇടുന്ന സമയത്ത് വയസ്സ് പറഞ്ഞിട്ടില്ല. താങ്കളുടെ കുട്ടിക്ക് ചിലപ്പോൾ ഇത് പാകമായിരിക്കില്ല, അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റിലുള്ള സാധനം ആയിരിക്കില്ല. താങ്കൾ ഇത് എൻ്റെ ഡിസ്ക്രിപ്ഷൻ കണ്ടാണ് മേടിക്കുന്നത്. ഈ സാധനം കയ്യിലെത്തുമ്പോഴാണ് അറിയുള്ളൂ ഈ സാധനം
താങ്കൾ ഉദ്ദേശിച്ചാണല്ലോ, താങ്കൾ തിരിച്ചയച്ചു, എനിക്ക് സാധനം കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു സമയം ഗ്യാപ്പുണ്ട്. ഇതിൽ ചിലപ്പോൾ ഡാമേജുകൾ വരാം. ഡാമേജ് സെക്കൻഡറിയാണ്. ഈ സമയം ഈ അങ്ങോട്ട് പോയി തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് വേറൊരു സെയിൽസ് ഓപ്പർച്യൂണിറ്റിയാണ് ലൂസ് ആവുന്നത്. എഗെയിൻ ഐ എം കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ലിസ്റ്റിംഗ് എന്നുള്ള പോയിന്റിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ലിസ്റ്റിംഗ് നമ്മൾ കാലാകാലമായി കിട്ടുന്ന ഉണ്ടാവുന്ന എന്തൊക്കെ പോയിൻറ്റ്സാണോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അത് യൂസ് ചെയ്തിട്ട് അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഹിറ്റായി നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് നാളെ പോകും തീർച്ചയായും. അവിടെ ഇ കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ പല പ്രശ്നങ്ങളും റിസോൾവ് ചെയ്ത് കാണുന്ന പ്രശ്നങ്ങൾ പഠിച്ച് ആ കാലഘട്ടത്തിലാണ് സ്വന്തമായിട്ട് എന്തുകൊണ്ട് നമുക്കൊരു വിരസത വരുമല്ലോ. 20-25 കൊല്ലമായിട്ട് ഒരേ ഇത് ചെയ്യുന്നതും ഒരു വിരസത വരും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളിതിൽ എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ തുടങ്ങും. ആ സമയത്താണ് ഞാൻ സത്യം പറയുകയാണെങ്കിൽ കോവിഡിന് തൊട്ട് മുൻപാണ് സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോവിഡ് കാലത്ത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത് എൻ്റെ ഇ കൊമേഴ്സിലുണ്ടായിരുന്ന എക്സ്പീരിയൻസും ഇവിടുന്ന് പഠിച്ചെടുത്തിട്ടുള്ള പാഠങ്ങളുമായിരുന്നു. കോവിഡ് തുടങ്ങിയ ആദ്യത്തെ ഒരു മാസത്തിന് ഉള്ളിൽ തന്നെ അങ്ങനെയാണ് ഞാൻ ഇന്ത്യ പോസ്റ്റുമായിട്ട് എനിക്ക് കുറച്ചുകൂടിയും കൂടുതൽ കണക്ഷൻസ് വരുന്നത്. അന്ന് കൊറിയർ ഇത് കംപ്ലീറ്റ് നിന്നൊരു സമയമായിരുന്നു. ഞാൻ എൻ്റെ ആമസോൺ ഫ്ലിപ്കാർട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഓർഡേഴ്സ് വരും, ഡിസ്പാച്ച് ചെയ്യാൻ അവരുടെ പിക്കപ്പും എല്ലാം നിന്ന സമയമായിരുന്നു അത്. ഇന്ത്യ പോസ്റ്റിൽ അവർ ആ സമയത്ത് ഇന്ത്യ പോസ്റ്റ് വാസ് വെരി ഹെൽപ്ഫുൾ. ആ സമയത്ത് അവർ പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് എത്തിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ ഡിസ്പാച്ച് ചെയ്യാന്നുള്ള അവർ ഉറപ്പ് തരും. ഞങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ആമസോണുമായിട്ട് ചെയ്യുന്ന സമയത്ത് ആമസോൺ പണ്ട് സെല്ലേഴ്സിന് കുറേ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടത്തുമായിരുന്നു. ഇപ്പോഴും ഉണ്ട്, അത് ഓൺലൈനാണ്. പണ്ട് അവർ ഓഫ്ലൈൻ ക്ലാസ് നടത്തും. എറണാകുളത്തും ഇവിടെയൊക്കെ ഹോട്ടലുകളിൽ നമുക്ക് ട്രെയിനിങ് തരുമായിരുന്നു. അങ്ങനെ ഒരു എല്ലാ ട്രെയിനിങ് എടുത്തിട്ടുള്ളതാണ്. അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു വ്യക്തി എന്നെ കോൺടാക്റ്റ് ചെയ്യുകയും അദ്ദേഹം ഓൾറെഡി ഒരു പബ്ലിക് സെക്ടർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആൾക്ക് സ്വന്തമായിട്ട് സാധനങ്ങൾ കുറച്ച് സാധനങ്ങളുണ്ട്, ഇതെങ്ങനെ ചെയ്യാം, ആമസോണിലൊന്ന് ഹെൽപ്പ് ചെയ്ത് തരാമോ എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആദ്യമായിട്ട് എനിക്കല്ലാതെ വേറൊരാൾക്ക് ഹെൽപ്പ് ചെയ്യാന്നുള്ള തരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയാണ് ഞാൻ ഇതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കിയതും ഒരു ടീമുണ്ടാക്കി. ഇപ്പോൾ അന്ന് ഞങ്ങൾ കണ്ട വലിയൊരു പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇ കൊമേഴ്സിൽ സ്പെഷ്യലൈസ് ആണെങ്കിൽ എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ സ്പെഷ്യലൈസ് ആയിട്ടുള്ളൊരു ടീം വേണം. എന്നാൽ മാത്രമാണ് എനിക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നമ്മൾ കൊടുക്കുന്ന അഡ്വർടൈസ്മെൻ്റ് അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കൂടി അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിലേക്കുള്ള എൻട്രി കുറച്ചുകൂടി ഈസിയാവും. അപ്പോൾ അതിനൊരു ടീം വേണം. അങ്ങനെയാണ് ഒരു ടീം ഉണ്ടാക്കി. ഇത് പലപ്പോഴും ഒരു സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിൻ്റെ ഒരാൾക്ക് ഇത്രയും ഒരു ടീം ഉണ്ടാവില്ല. അപ്പം അയാൾക്ക് പ്രൊഡക്റ്റ് നല്ലതായിരിക്കും, പക്ഷേ അത് മാർക്കറ്റ് ചെയ്യാനുള്ളൊരു ടീമില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇതേപോലെ ഒരു ടീം ഉണ്ടാക്കുകയും ഓപ്പറേഷൻസിനൊരു ടീം, മാർക്കറ്റിങ്ങിനൊരു ടീം, അഡ്വർടൈസ്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യാനൊരു ടീം, ഇതെല്ലാത്തിനും പുറമെ ഇതിൽ വരുന്ന ഗ്ലിച്ചസ് ഒഴിവാക്കാനൊരു ടീം. അപ്പോൾ 3 ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതിനെ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ചെറിയ കമ്പനികളിൽ വലിയ ടേൺ ഓവേഴ്സ് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റി. ഞങ്ങളുടെ അടുത്ത് വന്നൊരു ക്ലയൻറ്റിൻ്റെ ഒരു വലിയൊരു പ്രശ്നം, അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് കേരളത്തിലൊരു മാസം ഏതാണ്ട് 4000 ബോട്ടിലുകളോളം വിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മാർക്കറ്റ് സ്റ്റഡി ഞങ്ങൾ നോക്കിയപ്പോൾ ഭയങ്കര വലിയ മാർക്കറ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ഇ കൊമേഴ്സ് വിറ്റ് തുടങ്ങി കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ സെയിൽസ് ചിലപ്പോൾ പ്രശ്നമാവും. അപ്പോൾ ഞാൻ പറഞ്ഞു സെയിൽസിന് പ്രശ്നമാവില്ല, സെയിൽസ് കൂടുകയുള്ളൂ, നമ്മളതുപോലെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവരുടെ ട്രഡീഷണൽ ടീമിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ ഈ പ്രൊഡക്റ്റ്, ഈ 3000 പീസും ഒരു മാസം കേരളത്തിൽ വിറ്റുണ്ടായിരുന്നത് ഏതാണ്ട് 60,000-70,000 ബോട്ടിൽ എത്തുകയും ചെയ്തു. ഈ 3000 മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്ന 6000 കൂടുകയും ചെയ്തു. ഇപ്പോൾ അതേ ബ്രാൻഡിൻ്റെ അവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഞങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റോ ആമസോണിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻറ്റിൽ ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ചോദിക്കും, നിങ്ങൾ പുതിയത് ചെയ്യുന്നില്ലേ എന്ന്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ കൊമേഴ്സിൽ നടക്കുന്ന ഓരോ സെയിൽസ് ഇൻക്രീസും റീറ്റെയിൽ മാർക്കറ്റിലും അതിൻ്റേതായിട്ടുള്ള സെയിൽസ് ഇൻക്രീസ് ആവുന്നുണ്ട്. ഉപഭോക്താക്കളുടെ ഒരു വലിയ തെറ്റിദ്ധാരണയാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് പരമ്പരാഗതമായിട്ട് നമുക്ക് അത്യാവശ്യം ലാഭം ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഈ കൊമേഴ്സ് മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ പരമ്പരാഗത ആ ശൃംഖല തകർന്നു പോകുന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് പലപ്പോഴും. തീർച്ചയായും ഇല്ല. ഇൻഫാക്ട് അതിനെ ഞാൻ നേരത്തെ പറഞ്ഞു, ആ സൈഡ് കൂടുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെയും കൂടും എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എക്സ്പോഷർ കിട്ടുക ചെയ്യുന്നത്, ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിന് അതേ സൈഡ് ഇപ്പോൾ മാമാ എർത്ത് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട്. മാമാ എർത്ത് ഓൺലി ഇ കൊമേഴ്സായിട്ട് വന്നൊരു ബ്രാൻഡാണ്. പക്ഷേ ഇന്ന് മാമാ എർത്ത് ഒരുവിധം എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കോസ്മെറ്റിക്സിൽ ആ പ്രൊഡക്റ്റ് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാർക്കറ്റിലേക്ക് അവർ വന്നില്ലെങ്കിൽ സെയിൽസ് ഓപ്പർച്യൂണിറ്റി അവർക്ക് പോവുകയാണ്. അപ്പോൾ ഇത് രണ്ടും കോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇ കൊമേഴ്സ് മനുഷ്യൻ്റെ ലേസിനെസ് അല്ലെങ്കിൽ മടിയെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം, അത് സത്യം പറയുകയാണെങ്കിൽ. നമ്മൾ നമ്മുടെ ഒരു ഫ്ലാറ്റിൽ
26-ാം നിലയിൽ ഇരുന്നിട്ട് മൊബൈൽ അമർത്തുമ്പോൾ ഈ പ്രൊഡക്റ്റ് നമ്മുടെ കൺമുന്നിൽ വിരൽത്തുമ്പിൽ എത്തുന്നു. മറ്റേ നമ്മൾ കടയിൽ പോകണം, വാങ്ങണം, ക്യൂ നിൽക്കണം, അതിനെ ഒറ്റയടിക്ക് ഇല്ലാതാക്കി കളയാണ്. ഇ കൊമേഴ്സിൽ എൻ്റെ പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ അത് കാരണം എൻ്റെ മറ്റേ റീറ്റെയിൽ മാർക്കറ്റിൽ എൻ്റെ സെയിൽസ് അല്ലെങ്കിൽ എൻ്റെ മാർക്കറ്റ് പോകുന്നു പറയുന്നത് നടക്കില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹിമാലയയുടെ പ്രൊഡക്റ്റുകൾ ഒരുവിധം എല്ലാ മെഡിക്കൽ ഷോപ്പിലും സൂപ്പർ മാർക്കറ്റിലും ഉണ്ട്. ഇത് കൂടാതെ എല്ലാ സിറ്റിയിലും ഹിമാലയയുടെ എക്സ്ക്ലൂസീവ് ഷോറൂംസ് 2-3 ഉണ്ട്. അതിൻ്റെ ഒരു 6 ഇരട്ടി അവർ ഇ കൊമേഴ്സ് വിൽക്കും. അപ്പോൾ ഞാൻ നേരത്തെ തിരിച്ചു വരികയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് കണ്ടു. അവിടെ ഞങ്ങളുടെ ഒരു ടീമിനെ ഇട്ടു. മൾട്ടിപ്പിൾ കമ്പനീസ് മൾട്ടിപ്പിൾ ഇതിലാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒരു എത്തിക്സിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ഞാനൊരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ ഉണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വേറൊരു കമ്പനി വരികയാണെങ്കിൽ നമ്മൾ ആദ്യം പറയും മറ്റൊരു കമ്പനിയായിട്ട് നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ സെപ്പറേറ്റായിട്ട് എൻ്റെ ടീമിന് സെപ്പറേറ്റായിട്ട് ചെയ്യാം. പക്ഷേ എപ്പോഴും 2 പേർക്കൊരു സംശയം ഉണ്ടാവും. അതായത് എൻ്റെ ഡാറ്റ അവർ യൂസ് ചെയ്യുന്നുണ്ടോ, അവരുടെ ഡാറ്റ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടോ സംശയം ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഒരേ പ്രൊഡക്റ്റുകൾ ഒരേ മാർക്കറ്റിലേക്ക് പോകുന്ന ഒരു പെർട്ടിക്കുലർ ഇതിനെ ടാർഗറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് വേറൊരു കമ്പനിയുടെ അതിപ്പോൾ കൺസൾട്ട് ചെയ്യാനാണെങ്കിലും നമ്മളത് ചെയ്യാറില്ല. അത് 2 പേർക്കും ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവർക്ക് ബേസിക് സാധനങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് അവരുടെ അടുത്ത് പറയും ഇത് നമുക്കിങ്ങനെ ഒരു പ്രശ്നമുള്ള കാരണം കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ രംഗത്ത് ഒരുപാട് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഇപ്പോൾ പ്രേംകുമാർ മേനോൻ ലീഡ് ചെയ്യുന്ന നിങ്ങളൊരു ഓൺ ഫേം ഇപ്പോൾ ഈ കൊമേഴ്സ് രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഒരു പുതിയ കസ്റ്റമർ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ താങ്കളുടെ ഒരു ടീമിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ എങ്ങനെയാണ് ഫേമിൻ്റെ പേരായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അതോ എങ്ങനെയാണ് പോകുന്നത്? നമ്മുടെ ഒരു ഓൺലൈൻ ഉണ്ട്. അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് നേരിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇവരുടെ പ്രൊഡക്റ്റ് എന്താണ് മനസ്സിലാക്കുകയാണ്. ഇവർ ഈ പ്രൊഡക്റ്റ് ഇ കൊമേഴ്സ് മാർക്കറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനെങ്ങനെ സക്സസ് ആക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആദ്യം ഒരു ഇതുണ്ടാവും. അതിനുശേഷമാണ് നമ്മുടെ കോർ ടീമിൽ ആരെങ്കിലും അവരെ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുക. അവരെ കോൺടാക്റ്റ് ചെയ്ത് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഇതാണ്. ഇനി ആ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ പറയുകയും ചെയ്യും ഇത് ഇന്ന കാരണങ്ങളാണ് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സക്സസ് ആവാനുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കിയിട്ട് വേണം ലോഞ്ച് ചെയ്യാനായിട്ട് എന്നുള്ളത് ഞങ്ങളുടെ മാർക്കറ്റിംഗ് ടീമിൻ്റെ ആൾക്കാരാണ് ആദ്യം അനലൈസ് ചെയ്ത് അതിനുശേഷം നമ്മൾ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യും. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോഴായിരിക്കും എന്നെ പോലത്തെ ആരെങ്കിലും ഒരാൾ നേരിട്ട് ഇടപെട്ട് ഹാൻഡ് ഹെൽഡ് ചെയ്യുക. മെയിനായിട്ട് ഞങ്ങൾ ഇപ്പോൾ ടാർഗറ്റ് ചെയ്തത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നതും ഒക്കെ സ്മോൾ ആൻഡ് മീഡിയം ഇതിൻ്റെ കൂടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കിയപ്പോൾ ധാരാളം ചെറിയ ഓൺട്രപ്രീനേഴ്സ് ഉണ്ട്, നല്ല പ്രൊഡക്റ്റുകളുള്ള ഓൺട്രപ്രീനേഴ്സ് ഉണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീമിനെ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ അവർ എല്ലാവരും ബൂട്ട്ലൈസ് ബഡ്ജറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഫിക്സഡ് ടേംസിലല്ല വർക്ക് ചെയ്യുന്നത്. ഫിക്സഡ് ടേംസ് ഉണ്ട്, അതിൻ്റെ കൂടെ സെയിൽസിൻ്റെ ഗ്രോത്ത് അനുസരിച്ചാണ് നമ്മുടെ അതെ. അപ്പോൾ അവർ വലുതായാലാണ് ഞങ്ങൾ വലുതാവുകയുള്ളൂ. അവർക്ക് കാശുണ്ടായാലാണെങ്കിൽ മാത്രമാണ് നമുക്ക് കാശുണ്ടാവുള്ളൂ. അപ്പോൾ അവർ സക്സസ് ആവണം എന്നുള്ളത് എൻ്റെ കൂടെയും അല്ലെങ്കിൽ എൻ്റെ ടീമിൻ്റെയും ആവശ്യമാണ്. ഞാൻ സക്സസ്ഫുൾ ആവണം എന്നുള്ളത് അവരുടെയും ആവശ്യമാണ്. അപ്പോൾ അതൊരു സിനർജിക്കൽ സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒരേ കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റുകൾ എടുക്കാത്തത്. നാച്ചുറലായിട്ട് ചോദ്യം വരാം, അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് കണ്ടാൽ നിങ്ങളത് ഉപേക്ഷിക്കുമോ എന്ന്. നമ്മൾ ഉപേക്ഷിക്കില്ല. നമ്മൾ അവർക്ക് സെറ്റപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ട് നമ്മളവരെ ഒരു ലിമിറ്റ് വരെ നമ്മളവരെ ഹെൽപ്പ് ചെയ്യും. ഈ ഓൺലൈൻ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ചെയ്തിട്ടുള്ളത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളിലാണ്. നമുക്ക് ചില മടികളൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ചെറിയ ഡിസീസ് ആവും, ചിലപ്പോൾ അത്ര വലിയ ഒരു രോഗമൊന്നും ആയിരിക്കില്ല. പക്ഷേ അതൊരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് തുറന്ന് പറഞ്ഞ് അത് വാങ്ങുന്നതിനുള്ളൊരു മടി കൊണ്ട് ഇപ്പോൾ എല്ലാവരും പെട്ടെന്ന് ചെയ്യുന്നൊരു പരിപാടി അത് ഓൺലൈനിൽ ഓർഡർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മളും ആ കൊണ്ടുവരുന്ന ഡെലിവറി ബോയ് അല്ലാണ്ട് ഇത് ആരും അറിയുന്നില്ല. ഡെലിവറി ബോയെ സംബന്ധിച്ച് ഇത് പാക്ക് ചെയ്തുകൊണ്ട് അവനും അറിയാൻ പോകുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആധികാരികത, ഇതിലിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ ഇവരെ ചൂഷണം ചെയ്യുന്നുണ്ടോ, ക്ലയൻറ്റിനെ അല്ലെങ്കിൽ കസ്റ്റമറെ ചൂഷണം ചെയ്യുന്നുണ്ടോ, അത്തരം ഒരുപാട് സംശയങ്ങളുണ്ട്. സെക്ഷൽ വെൽനെസ് എന്നുള്ള മാർക്കറ്റ് വളരെ വലിയൊരു മാർക്കറ്റാണ്. കസ്റ്റമറിൻ്റെ മലയാളത്തിൽ പറയുന്നത് ചളിപ്പനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നൊരു മാർക്കറ്റാണ്. ധാരാളം കറുത്ത കുതിരകൾ അവിടെയുണ്ട്. നമ്മൾ സാധാരണ ഞങ്ങളുടെ ഒരു വലിയൊരു മേജർ മാർക്കറ്റാണത്. ഞങ്ങൾ ക്ലയൻറ്റിനോട് പറയുന്നൊരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് റിവ്യൂ വരികയാണെങ്കിൽ അതിൻ്റെ ജെന്യൂനെസ് നമ്മൾ എപ്പോഴും അന്വേഷിക്കണം. നിങ്ങളുടെ പ്രൊഡക്റ്റിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, അതായത് ഇത് വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം, ആയുർവേദ മരുന്നാണെങ്കിൽ അതിന് സൈഡ് എഫക്ട്സ് ഇല്ല, പാർശ്വഫലങ്ങളില്ല. പാർശ്വഫലങ്ങളില്ലെങ്കിൽ ആ മരുന്ന് വർക്ക് ചെയ്യണമില്ല.
ഒരു മരുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പാർശ്വഫലം ഉണ്ടാവും. മനുഷ്യൻ്റെ ശരീരം എങ്ങനെയാണ് ഒരു മരുന്നിനോട് റിയാക്ട് ചെയ്യുക എന്നുള്ളത്, അത് ആയുർവേദം ആണെങ്കിലും അലോപ്പതി ആണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും ഇതിനൊക്കെ റിയാക്ഷൻസ് ഉണ്ട്. ആസ് എ ക്ലയൻറ്റ് നമ്മളത് അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ കസ്റ്റമറോട് പറയണം, ഇന്ന പ്രോബ്ലം കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം വന്നിരിക്കാനുള്ള സാധ്യത. അത് പ്രശ്നമുള്ളതാണെങ്കിൽ അവരോട് പറയുകയും ചെയ്യണം, ഇത് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്, നിങ്ങളൊരു ഡോക്ടറെ കാണിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയണം. സെക്ഷൽ വെൽനെസ്സിൽ ഞങ്ങളുടെ ക്ലയൻസിനോട് നമ്മൾ ചെയ്യുന്നത്, ഞങ്ങൾക്കൊരു ഡെഡിക്കേറ്റഡ് കസ്റ്റമർ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. അത് ഇവർക്ക് മാത്രമല്ല എല്ലാത്തിനും ഉണ്ട്. അവിടേക്ക് വരുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് ആദ്യം ട്രെയിനിങ് കൊടുക്കുക. അതായത് എനിക്കിങ്ങനൊരു പ്രശ്നം, ഇത് കഴിച്ചപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ എനിക്ക് റിസൾട്ട് വന്നില്ല, അതും അക്സെപ്റ്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കസ്റ്റമറും അയാളുടെ പ്രശ്നം എന്താണെന്നുള്ള കാര്യം നമ്മുടെ അടുത്ത് മുഴുവനായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. പലപ്പോഴും ഈ ഒരു ക്വറി വരുമ്പോഴാണ്, നമ്മൾ ചോദിച്ചു വരുമ്പോഴാണ് അദ്ദേഹത്തിന് ആ മരുന്ന് കഴിച്ച് യാതൊരു ഫലം കിട്ടില്ല. ആ സമയത്ത് നമ്മൾ സത്യം പറയാന്നുള്ളതാണ് അതിൽ നടക്കുന്നത്. ഞങ്ങൾ ചെയ്യുന്നൊരു ഇത്, ഈ മരുന്ന് കഴിച്ചുകൊണ്ട് താങ്കൾക്ക് ഗുണമുണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്, കഴിക്കേണ്ടതെന്ന് തന്നെ നമ്മൾ പറയും. നേരെ മറിച്ച് നിങ്ങൾ കഴിച്ചു നോക്കൂ, ചിലപ്പോൾ വർക്ക് ചെയ്യാം എന്നും അങ്ങനെയും പറയാം. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോഴാണ് ഈ നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളും വരുന്നത്. അയാളൊരു പ്രതീക്ഷയിൽ കഴിക്കുന്ന ആ സമയത്ത് ഇതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് സാധനങ്ങൾ വന്നു. അങ്ങനത്തെ ഒഴിവാക്കാനാണ് നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യാറ്. പക്ഷേ സെക്ഷൽ വെൽനെസ് എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റാണ്. കേരളത്തിൽ ധാരാളം നല്ല നല്ല പ്രൊഡക്റ്റുകളുണ്ട്, ധാരാളം തട്ടിപ്പുകാരുമുണ്ട്. ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു പ്രശ്നം അവിടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യാത്തത്. നമ്മൾ ആ മാർക്കറ്റ് ആദ്യം നോക്കി ഇവരെ എങ്ങനെയാണ് പൊസിഷൻ ചെയ്യുന്നത്. ഇ കൊമേഴ്സിൻ്റെ ഒരു കറുത്ത ഭാഗമാണ്, പക്ഷേ വലിയൊരു മാർക്കറ്റാണത്. നല്ല പ്രൊഡക്റ്റുകളുമുണ്ട്. ആൻഡ് ഇതുകൊണ്ട് ഉപയോഗം കിട്ടിയ ധാരാളം ആൾക്കാരുമുണ്ട്. നമുക്കിടെ ധാരാളം ഫീഡ്ബാക്ക്സ്, നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക്സ്. ഇതിലൊരു മൗത്ത് പബ്ലിസിറ്റി ഉണ്ട്. 30-35 വയസ്സിൻ്റെ ഇടയിലുള്ള ഒരു വലിയൊരു ഗ്രൂപ്പ് ആൾക്കാർ, അവർക്ക് ബെനിഫിറ്റ് കിട്ടിയത് അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞ് അങ്ങനെ വന്നിട്ടുള്ള സാധനങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോൾ നമ്മുടെ കോളേജ് ഗ്യാങ്ങുകൾ അങ്ങനത്തേലൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നല്ല പ്രൊഡക്റ്റുകൾക്ക് നല്ല ഇത് വരും, പബ്ലിസിറ്റി വഴിക്കുള്ള ഒരു ഗുണം നമുക്കുണ്ടായിരിക്കും. ഇപ്പോൾ ഈ കൊമേഴ്സിൻ്റെ ഒരു സാധ്യത, അല്ലെങ്കിൽ ഇത്തരത്തിലെ ഓൺലൈൻ സാക്ഷരത ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. എനിക്ക് തോന്നുന്നു ഗൂഗിൾ പേ ഇവിടെ വരുന്ന സമയത്ത് ആർക്കും അത് കാര്യമായിട്ട് ഉപയോഗിക്കാൻ അറിയണ്ടായിരുന്നില്ല. സ്വിച്ചിട്ട പോലെയാണ് ഇതെല്ലാവരും പഠിച്ചെടുത്തത്. ഇപ്പോൾ നമ്മൾ വഴിയോരത്ത് കരിമ്പ് ജ്യൂസ് വിൽക്കുന്ന ആൾക്ക് വരെ ഗൂഗിൾ പേക്കുള്ള സ്കാനർ അവിടെ ഉണ്ടായിരിക്കും. ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഈ ഊബറിലെ ഒരു വണ്ടി പെട്ടെന്ന് അറേഞ്ച് ചെയ്യേണ്ട കാര്യത്തിനാണെങ്കിലും, അതല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഓൺലൈൻ മാർക്കറ്റിൽ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ വഴിക്ക് ഓർഡർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും, ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇത്രയധികം ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് സാക്ഷരരായ ആൾക്കാരുണ്ടായിരിക്കില്ല. മെട്രോ സിറ്റികളുണ്ടായിരിക്കും, പക്ഷേ കേരളത്തെ സംബന്ധിച്ച് നേരെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത, ഇതിൻ്റെ ഒരു മാർക്കറ്റ് ഇവിടെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡി കൊണ്ട് കൂടിയാണ് ഇപ്പോൾ താങ്കൾ ഈ ഒരു മേഖലയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ളൊരു കാര്യം. അതെ, അതായത് കേരളത്തിൻ്റെ പ്രത്യേകിച്ചും നമ്മൾ കുറച്ചുകൂടി ന്യൂക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് തരത്തിലുള്ള ഫാമിലികളാണ് നമ്മൾ കേരളത്തിലുള്ളത്. ഒന്ന് അച്ഛനമ്മ കുട്ടികൾ, ചെറിയൊരു ഫാമിലി. ഒന്ന് മക്കളൊക്കെ പുറത്തു പോയി വയസ്സായിട്ടുള്ള അച്ഛനമ്മയും മാത്രം ഇരിക്കുന്ന സിനാരിയോ. ഈ രണ്ട് സിനാരിയിലും രണ്ടുപേർക്കും, ആദ്യത്തെ പറഞ്ഞ അച്ഛനമ്മ കുട്ടിയുടെ അതിൽ രണ്ടുപേരും ജോലിക്കാരാണ്, അവർക്ക് സമയമില്ല, പുറത്തേക്ക് പോകാനുള്ള സമയമില്ല. മാസത്തിലൊരിക്കൽ മറ്റേ ഷോപ്പിങ്ങിന് പോകുന്നു, മേടിക്കും. അത് കഴിഞ്ഞ് ആവശ്യമുള്ള സാധനങ്ങൾ, വീട്ടിലേക്കുള്ള സാധനങ്ങളാണെങ്കിലും ഇത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല. റീഫില്ലിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത്. മരുന്നുകളാണെങ്കിൽ കൂടെ അവിടെയാണ് ടാറ്റ 1mg പോലത്തെ കമ്പനികൾ നമ്മുടെ ഇന്ത്യയിൽ സക്സസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന അച്ഛനമ്മമാരുടെ കേസ്. അവർക്ക് ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് ധാരാളം കേസുകൾ കിട്ടാറുണ്ട്. അതായത് മക്കൾ വിളിക്കും, ദുബായിൽ നിന്നോ US നിന്നൊക്കെ വിളിച്ചിട്ട്, അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ഇത് നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് കോളപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ 1-2 ആൾക്കാരോട് ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത്, അപ്പോൾ അമ്മ കണ്ടു, അമ്മ മകനോട് പറഞ്ഞു, മകനൊന്ന് മേടിച്ചു കൊടുക്കുന്നതിനെക്കാട്ടും മുമ്പ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിക്കുന്നതാണ്. അപ്പോൾ അത് ഒരാളാണ്. അതേപോലെ ഒരു 100 ആൾക്കാരുണ്ടാവും വിളിക്കാതെ തന്നെ ശരി അച്ഛനമ്മയ്ക്ക് ആവശ്യമുള്ള സാധനം ഇ കൊമേഴ്സിൽ വിൽക്കുന്നത്. അപ്പോൾ ഇ കൊമേഴ്സിൻ്റെ ഒരു സാധ്യത ഡേ ബൈ ഡേ കൂടി വരികയാണ്. അതുകൊണ്ടാണ് നെക്സ്റ്റ് ലെവൽ വന്നിരിക്കുന്നത് ക്വിക്ക് കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാമാർട്ട് പോലത്തെ സാധനങ്ങൾ. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾ അറിഞ്ഞിരിക്കുമെന്ന് അറിയില്ല, ആമസോൺ ക്വിക്ക് കൊമേഴ്സിലേക്ക് വരികയാണ്. ആമസോൺ നൗ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത്, അവർ Tier 2 സിറ്റീസിൽ നിന്നാണ് ആദ്യം ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്, മെട്രോനെക്കാട്ടും മുൻപേ. ഒന്ന് ലക്നൗ ആണ്, ഒന്ന് നമ്മുടെ കൊച്ചിയാണ്. അപ്പോൾ അതാണ് കേരളത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ ആ മാർക്കറ്റ്, ഓഫ് കോഴ്സ് ആ മാർക്കറ്റ് ഉള്ള കാരണം കൊണ്ടാണല്ലോ നമുക്കിതിലൊരു ഗ്യാപ്പ് ഉണ്ടെന്ന് മനസ്സിലായതും അത് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലായതും നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയതും. ഞാൻ സ്വന്തമായിട്ട് ആരംഭിച്ചു, അതിനുശേഷം ഞാൻ കൺസൾട്ടിങ്ങിലേക്ക് വന്നു, പിന്നെ നമ്മൾ ഇതിനെ ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട്
എടുത്തു. എൻ്റെ സ്വന്തം ബിസിനസ് ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ അതിനെക്കാട്ടും കൂടുതൽ റവന്യൂ ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ കൺസൾട്ടേഷൻ്റെ കൂടിയും ഈ ഓപ്പറേഷൻസിൻ്റെ സപ്പോർട്ട് കൂടിയും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞങ്ങളുടെ ടീമിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നമുക്ക്. അതായത് രണ്ട് തരത്തിലും, കസ്റ്റമർ സൈഡിലാണെങ്കിലും ക്ലയൻറ്റ് സൈഡിലാണെങ്കിലും അവർക്കൊരു ടേൺ ഓവർ വന്നു, നമുക്കതിലൊരു ഭാഗം കിട്ടി. കസ്റ്റമറെ സംബന്ധിച്ചോളം അവർക്കൊരു പ്രൊഡക്റ്റ് സമയത്തിന് കിട്ടി. ഇതിൽ സെക്കൻഡറി ആയിട്ട് വരുന്നൊരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തു, സെൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. മാനുഫാക്ചറിങ്ങിന് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ പ്രതീക്ഷിക്കുന്നില്ല, അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു മാർക്കറ്റിൻ്റെ ഒരു ഇ കൊമേഴ്സ് മാർക്കറ്റിൻ്റെ ഒരു വലുപ്പം. ഒരുവിധം എല്ലാ മാനുഫാക്ചറേഴ്സിനും അവർ സാധനം ഉണ്ടാക്കി ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് അവർ സാധാരണ ചെയ്യുന്നൊരു സാധനം. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഒരു 100 എണ്ണം ഉണ്ടാക്കി അതിൽ 50 2 ആൾക്കാർക്ക് കൊണ്ടുകൊടുത്തു. നേരെ മറിച്ച് ഇ കൊമേഴ്സ് അങ്ങനെയല്ല, ബിസിനസ് ടു കസ്റ്റമറാണ്. ഉണ്ടാക്കുന്ന 100 എണ്ണം 100 ആൾക്കാർക്ക് സെപ്പറേറ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യണേ. അവിടെ ഓരോ ഇൻഡിവിജ്വൽ കസ്റ്റമറിനും പാക്ക് ചെയ്യണം. അപ്പോൾ ഈ പാക്ക് ചെയ്യാനുള്ള പാക്കിംഗ് മെറ്റീരിയൽ റെഡിയാക്കണം, അത് ചെയ്യാനുള്ള ഒരു ടീം ഉണ്ടാവണം. ഇത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അവർക്ക്. അവിടെയാണ് ഇതൊരു എന്താ പറയുക, ഒരു എൻട്രി ലെവൽ ബ്ലോക്കേജ് അവർക്ക് വരുന്നത്. എഗെയിൻ ഞാൻ നേരത്തെ ഞാൻ കണ്ട ഗ്യാപ്പ് ഒരെണ്ണം അതായിരുന്നു. അവിടെയാണ് ഞങ്ങളുടെ റോള് വരുന്നത്. ഞങ്ങളുടെ ടീം ഓപ്പറേഷൻസ് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യും. ഓർഡേഴ്സ് ഉണ്ടാക്കി കൊടുക്കുക മാത്രമല്ല, ആദ്യം ഞങ്ങൾ പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ആ പ്രൊഡക്റ്റിന് മാർക്കറ്റിൻ്റെ സ്കോപ്പ് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം അത് എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അത് മാർക്കറ്റിംഗ് ചെയ്ത് കൊടുക്കുന്നു. അതിന്ന് ഓർഡേഴ്സ് വരുന്നു, ആ ഓർഡേഴ്സിനെ പാക്ക് ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇന്ത്യ സ്പീഡ് പോസ്റ്റുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്, ധാരാളം കൊറിയർ കമ്പനികളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. പലപ്പോഴും ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ക്ലയൻറ്റിനോട് പറയുമ്പോൾ ഇന്ത്യ പോസ്റ്റ് സർവീസ് എന്തിനാ, അത് വളരെ മോശമല്ലേ എന്നാണ് പലരും പറയുക. ഇന്ത്യൻ പോസ്റ്റൽ സർവീസാണ് ഏറ്റവും കൂടുതൽ പിൻകോഡുകളിലേക്ക് ഡെലിവറി ചെയ്യുന്നത്. ഏറ്റവും കുറവ് ചിലവിൽ ക്യാഷ് ഓൺ ഡെലിവറി, അതായത് ബാക്കി നിങ്ങൾ ഏത് മീഡിയയിൽ ഏത് കൊറിയർ എടുക്കുകയാണെങ്കിലും ക്യാഷ് ഓൺ ഡെലിവറിയുടെ ചാർജസ് ഭയങ്കര ഹൈ ആണ്. ഇന്ത്യ പോസ്റ്റിൻ്റെ ചാർജസ് അഫോർഡബിൾ ആണ്. അതുമാത്രമല്ല, സർപ്രൈസിംഗ്ലി ലാസ്റ്റ് 2 കൊല്ലം കൊണ്ട് അവർ ധാരാളം ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. പണ്ട് നമ്മൾ കൈകൊണ്ട് എഴുതി കൊടുക്കണമായിരുന്നു ഡീറ്റെയിൽസ്. ഇപ്പോൾ നമുക്ക് അവരുടെ സിസ്റ്റത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊത്തം ഓർഡേഴ്സിനെ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവർക്കുണ്ട്. സാധനം നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും, ഡോക്യുമെൻ്റ് നമ്പറും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. BSNLൻ്റെ അവസ്ഥയിലേക്ക് അവരതിനെ എത്തിച്ചില്ല സത്യമായിട്ടും. അതായത് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സാധനം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ക്ലയൻസിന് നമ്മൾ പുഷ് മെസ്സേജ് കൊടുക്കുന്നതിനെക്കാട്ടും മുമ്പേ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് പിക്ക് ചെയ്ത സാധനം 6 മണിയാകുമ്പോഴേക്കും കസ്റ്റമർക്ക്, അതായത് ബുക്ക് ചെയ്ത കസ്റ്റമർക്ക് അവർക്ക് ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസ് വരും, ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസ് പോവും. ഇവരുടെ SMS ത്രൂ ഇപ്പം ഡു നോട്ട് ഡിസ്റ്റർബ് അല്ലാത്ത ആൾക്കാർക്ക് എല്ലാവർക്കും സമയത്തിന് കിട്ടും. പ്രത്യേകിച്ച് കേരളത്തിൽ പലപ്പോഴും അവർ വളരെ കസ്റ്റമർ ഫ്രണ്ട്ലിയാണ്. പല ഉൾനാടൻ ഭാഗത്തു നിന്നും പോസ്റ്റ്മാൻ ഞങ്ങളെ വിളിക്കാറുണ്ട്. അതായത് അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അതിൻ്റെ നമ്പറിൻ്റെ ഒരു ഭാഗം പോയി അപ്പോൾ ഞങ്ങളുടെ നമ്പറിലുണ്ടാവും, വിളിച്ചിട്ട് ഇതാണ് കസ്റ്റമർ, ഇതിൻ്റെ ഡീറ്റെയിൽസ് തരുമോ, അല്ലെങ്കിൽ എടുക്കുന്നില്ല, അയാൾ വിളിച്ചെടുക്കുന്നില്ല, എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല അഡ്രസ്സ്, ഫുൾ അഡ്രസ്സിൽ, അത്രയും ആ ലെവലിലേക്ക് അവരുടെ സർവീസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ ക്ലയൻസിനെയും ഞങ്ങൾ ഇന്ത്യ സ്പീഡ് പോസ്റ്റിൻ്റെ ത്രൂ ആണ് നമ്മൾ ഇത് ചെയ്യാറ്. സ്വന്തമായിട്ട് അവരുടെ പേരിൽ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ക്യാഷ് ഓൺ ഡെലിവറിയുടെ ഇത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കറക്റ്റ് സമയത്തിന് ഇത് വരും. ഒരു നിങ്ങളുടെ കയ്യിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു അക്കൗണ്ടിനെ കൊണ്ട് റെഗുലറായിട്ട് അവർക്കത് ക്രോസ് വെരിഫൈയും ചെയ്യാം, ഏതൊക്കെ ഓർഡറിൻ്റെ പൈസ കിട്ടി. അവരൊരു റിഡ്രസൽ സിസ്റ്റം വളരെ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ക്യാഷ് ഓൺ ഡെലിവറിയുടെ സാധനം തിരിച്ച് കിട്ടിയില്ല, നമുക്ക് ഡെലിവറി ആയിട്ടുമില്ല വെച്ച് കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഡെലിവറി ആയി പേയ്മെൻറ്റ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ, അപ്പോൾ അതിനൊക്കെ അവർക്കൊരു ടീമുണ്ട്. അതുമായിട്ട് നമ്മൾ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് നമുക്ക് പല ക്ലയൻസിനും നമുക്ക് നന്നായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കൂടുതൽ ഏരിയയിലേക്ക് നമ്മൾ എത്തിക്കാൻ പറ്റി. എന്തുകൊണ്ടാണ് വെച്ചാൽ നമ്മൾ ഇ കൊമേഴ്സിൽ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർ സൈഡിലൊരു സംശയമുണ്ട്, ഞാൻ കാശ് ഇട്ടിട്ട് ഈ സാധനം വന്നില്ലെങ്കിലോ എന്നുള്ളൊരു സംശയമുണ്ട്. ഒരു ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ളൊരു സാധനം എപ്പോഴും നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറച്ചുകൂടി ജനകീയമാക്കാനായിട്ടൊരു സാധനമാണ്. ഇതിൻ്റെ നെഗറ്റീവ് ഭാഗം സെല്ലർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളതിൻ്റെ ഒരു റിട്ടേൺസ് നമ്മൾ പ്രതീക്ഷിക്കണം. പലപ്പോഴും സാധനം ആവശ്യമാണെങ്കിൽ കൂടെ ആ സമയത്ത് അവിടെ എത്തുമ്പോൾ അവരുടെ കയ്യിൽ കാശില്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരുടെ ലേറ്റായി പോവാം, നമ്മൾ സാധനത്തിനെക്കാട്ടും മുമ്പ് അവർ മാർക്കറ്റിൽ പോയിട്ട് സാധനം മേടിച്ചിരിക്കും, അങ്ങനെയും വരാം. പലപ്പോഴും ടെക്നിക്കൽ ഇഷ്യൂസ് വരാറുണ്ട്. ഈ സാധനം അവിടെ ചെല്ലുമ്പോൾ ചിലപ്പം ഒന്നില്ലെങ്കിൽ കസ്റ്റമറുടെ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ സാധനം കൊണ്ടുപോയ ആളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഒരു റിട്ടേൺസ് ഉണ്ടാവും. ആ ഒരു റിട്ടേൺസ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി സെയിൽസ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറച്ചുകൂടി ജനകീയമാക്കാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യണമെങ്കിൽ 2 ഓപ്ഷൻസ് നിങ്ങൾക്കുള്ളൂ. ഒന്നില്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസ്, ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ത്രൂ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ട് വെബ്സൈറ്റിൽ ഇന്ത്യ പോസ്റ്റ് പോലത്തെ ആൾക്കാരുടെ ക്യാഷ് ഓൺ ഡെലിവറി സർവീസസ് നമ്മൾ യൂസ് ചെയ്യണം, വിച്ച് ഈസ് നൗ
വൺ ഓഫ് ദി ബെസ്റ്റ്. ഇപ്പോൾ ഞാൻ കുറച്ച് കാലം ഞാൻ US വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ പറയുകയാണെങ്കിൽ ആ ഒരു ലെവലിൽ എത്തിയില്ലെങ്കിൽ കൂടെ അതിനോട് കിടപിടിക്കാവുന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യ പോസ്റ്റ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അത് ചില സർക്കിളുകളായിട്ടുണ്ടാവില്ല, പക്ഷേ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന പല സർക്കിളുകളും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഐ ആം ഹാപ്പി. 95% ഇഷ്യൂസ് അവർ റിസോൾവ് ചെയ്ത് തരുന്നുണ്ട്. ഇ കൊമേഴ്സിനെ സംബന്ധിച്ച് നമ്മുടെ ഇപ്പോൾ നമ്മൾ സംസാരിച്ച പോലെ ഇതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ്, ആ പ്ലേസ്മെൻറ്റാണ് ഇതിൻ്റെ ഒരു വലിയൊരു കാര്യം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു സെല്ലിങ്ങിൻ്റെ ഒരു ഏരിയ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇപ്പോൾ സാർ ഇതിൻ്റെ ഒരു ഡെലിവറിയുടെ ഒരു ഏരിയ പറഞ്ഞു, എങ്ങനെയാണ് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും, അത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഒപ്പം ഈ പുതിയ കാലഘട്ടത്തിൽ ഒരു പുതിയ ഫെയിം തുടങ്ങുന്ന ഒരാൾ, ഒരു പുതിയ എൻ്റർപ്രണറായിട്ട് വരുന്നൊരാൾ പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സൈഡ് കൂടി സപ്പോർട്ട് ചെയ്യാൻ താങ്കളുടെ സ്ഥാപനത്തിന് കഴിയുമോ, താങ്കളുടെ ഫെയിമിന് കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ പുതിയ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു സാധ്യതയിൽ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താങ്കളും താങ്കളുടെ ടീമിനും സാധിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു ഡെഡിക്കേറ്റഡ് ടീമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടീമുണ്ട്. സാധാരണ ഫേസ്ബുക്ക് ആഡ്, ഇൻസ്റ്റാഗ്രാം ആഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, പവർ മാർക്കറ്റിംഗ് വരെ എല്ലാ സെഗ്മെൻറ്റിലും നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ധാരാളം ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് ടൈപ്പ് ഉണ്ട്. നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ കണ്ട് ക്ലയൻറ്റുമായിട്ട് സംസാരിച്ച് അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്കൊരു ബഡ്ജറ്റ് കൊടുക്കും. ഇത്രയും ബഡ്ജറ്റ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ കാണാൻ സാധ്യതയുണ്ട്, ലോജിക്കലി അത്രയും ആൾക്കാർ കാണുമ്പോൾ ഇത്രയും സെയിൽസ് ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ള നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കും. ആ പ്രൊഡക്റ്റിന് കറക്റ്റായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസറിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും, 1-2 ഇൻഫ്ലുവൻസറെ ഐഡൻറ്റിഫൈ ചെയ്യും, ക്ലയൻറ്റുമായിട്ട് സംസാരിപ്പിക്കും, അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവരുടെ ത്രൂ ചെയ്യും. അതിനെ നമ്മൾ റീമാർക്കറ്റിംഗ് ചെയ്യും. അതായത് ഇൻഫ്ലുവൻസറിൻ്റെ മാർക്കറ്റിംഗ് കഴിഞ്ഞാൽ നമ്മൾ റീമാർക്കറ്റിംഗ് ചെയ്യും. ഞങ്ങളുടെ ടീം ഫേസ്ബുക്കിലൂടെയും ഗൂഗിൾ ആഡ്സിൽ ത്രൂയും യൂട്യൂബ് വീഡിയോസിൻ്റെ ത്രൂയും ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് ചെയ്യാവുന്ന എല്ലാ സാധനങ്ങളും, ഈവൻ ത്രെഡ്സിൽ വരെ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനൊരു ഡെഡിക്കേറ്റഡ് ടീമുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് വരുന്നൊരു ഫേം അവർ ഒരു കസ്റ്റമറുടെ അടുത്ത് വന്ന് സംസാരിക്കുക, നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ചെയ്തു തരാം. അവർ മാർക്കറ്റിംഗ് ചെയ്യും. 3 ആഴ്ച കഴിഞ്ഞ് അവർ വന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഞങ്ങൾ ഇത്ര അഡ്വർടൈസ്മെൻറ്റ് ചെയ്തു, 80,000 ആൾക്കാർ കണ്ടു, 8,000 ആൾക്കാരെ ക്ലിക്ക് വന്നു. ഇതുവരെ അവർക്കതേ അറിയുള്ളൂ. ഈ 8,000 ആൾക്കാരുടെ ക്ലിക്ക് വന്നതിന് എത്ര സെയിൽസ് ആവുന്നു എന്നുള്ളത് ചെയ്ത് കൊടുക്കാനല്ല. അവിടെയാണ് എന്നെ പോലത്തെ ആൾക്കാരുടെ ഒരു പ്ലസ് പോയിൻറ്റ്. ഞങ്ങൾക്ക് ഇത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഈ 8,000 നിന്ന് എത്ര ആൾക്കാർ പ്രൊഡക്റ്റ് വാങ്ങി എന്നുള്ളതുകൂടിയും വാങ്ങിയ ആൾക്കാർക്ക് സാധനം എത്തി എന്നുള്ളതുകൂടി ഞങ്ങൾ ഉറപ്പാക്കുന്നു. യെസ്, വി ഹാവ് എ ഫുൾ ഫ്ലെഡ്ജ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം. അത് പ്രൊഡക്റ്റ് ഏതാണെങ്കിലും അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ. ഇനി ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ് വരികയാണെങ്കിൽ നമ്മൾ ഔട്ട്സൈഡ് കൺസൾട്ടൻ്റുമായിട്ട് കൺസൾട്ടിങ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. കേരളത്തെ സംബന്ധിച്ച് പ്രീമിയം പ്രൊഡക്റ്റുകൾ ഒരുപാട് സെല്ല് ചെയ്യുന്നൊരു സംസ്ഥാനമാണ്. കാരണം പലപ്പോഴും നമ്മൾ വളരെ പാവപ്പെട്ടവരെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിൽ ആവറേജ് എല്ലാ വീട്ടിലും ഒരു 1 lakh വരുമാനമുണ്ട്. അത് പെൻഷനായിട്ട് വരുന്നവരുണ്ട്, പ്രവാസികളായിട്ടുള്ളവരെ പണം വായിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ കോവിഡ് സമയത്താണെങ്കിലും അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്ന സമയത്താണെങ്കിലും കേരളം കൃത്യമായിട്ട് ഇവിടെ പിടിച്ചു നിന്നുള്ളത്. അപ്പോൾ പ്രീമിയം പ്രൊഡക്റ്റുകൾ പല രീതിയിൽ നമ്മൾ പ്രീമിയം ക്ലാസ്സിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, പ്രീമിയം പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ആമസോണിൽ എനിക്ക് തോന്നുന്നു പ്രീമിയം പ്രൊഡക്റ്റുകൾ കുറച്ചുകൂടി കൂടുതൽ സെല്ല് ചെയ്യുന്നതാണ്. അതേസമയം ഫ്ലിപ്കാർട്ടിൽ അങ്ങനത്തെ ഒരു സെഗ്മെൻറ്റ് കുറവാണ്. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു ഡിഫറൻസ്, ഈ 2 രീതിയിലും നമ്മുടെ ഒരു ഓൺ പ്രൊഡക്റ്റ് എങ്ങനെ പിച്ച് ചെയ്യാം, ഏത് സ്ഥലത്ത് ഇത് പ്ലേസ് ചെയ്യാം, അത്തരം കാര്യങ്ങളിലേക്കുള്ള താങ്കളുടെ ഒരു ഉപദേശവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? താങ്കൾ പറഞ്ഞ പോലെ ആമസോൺ എന്ന് പറയുന്നത് ഒരു പ്രീമിയം പ്രൊഡക്റ്റുകൾ കൂടുതൽ കിട്ടുന്നതും കൂടുതൽ ആൾക്കാർക്ക് വിശ്വാസമുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ സെല്ലർ സൈഡിലാണെങ്കിലും ബയർ സൈഡിലും 2 ഭാഗത്തും ഒരേ ഫെയർനെസ് കാണിക്കുന്ന ഒരു ഫേമാണ് ആമസോൺ. ഓഫ് കോഴ്സ് അവരുടെ ചാർജസ് കൂടുതലാണ്, പക്ഷേ ഒരു പ്രീമിയം പ്രൊഡക്റ്റ് നമുക്ക് വിശ്വസിച്ച് വിൽക്കാവുന്നതും വിശ്വസിച്ച് വാങ്ങാവുന്നതും അങ്ങനെ ഒരു ലേബിൾ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മാസ്സായിട്ടുള്ള പ്രൊഡക്റ്റുകൾ, അതായത് ഫോർ എക്സാമ്പിൾ മൊബൈൽ കവറുകൾ, ഡ്രസ് ഐറ്റംസ്, പ്ലാസ്റ്റിക് ഐറ്റംസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ട് മാസ് മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റുകളാണെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് എൻ്റെ ക്ലയൻസിന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഒരു 350 മുകളിലാണ് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ ഈസ് ദ ബെസ്റ്റ്. അതിന് താഴെയാണെങ്കിൽ ഫ്ലിപ്കാർട്ടാണ് നമ്മൾ സാധനം സെർച്ച് ചെയ്യുന്നത്. ഒരു മാസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് ഫ്ലിപ്കാർട്ടിനാണ്. നല്ലൊരു ലൈനാണ്, വളരെ കൃത്യമായിട്ട് നമുക്കത് പ്ലേസ് ചെയ്യാം. അപ്പോൾ ആമസോൺ ഒരു പ്രീമിയം നിങ്ങളുടെ പ്രൊഡക്റ്റ്, അത് ആമസോണിൽ നമുക്ക് മാർക്കറ്റിങ്ങും പ്രീമിയം പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ധാരാളമുണ്ട്. ആമസോണിൽ നമുക്ക് ലിസ്റ്റിംഗ് തന്നെ പലതരത്തിലുള്ള ലിസ്റ്റിംഗ് ഉണ്ട്. നമ്മൾ തുടങ്ങുന്ന സാധാരണ ലിസ്റ്റിങ്ങിലാണ്. അത് കഴിഞ്ഞ് നമുക്കൊരു A+ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റും. വീഡിയോസ് നമുക്കതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അത്
മാത്രമല്ല ആമസോൺ കുറച്ചുകൂടിയും സ്ട്രക്ചേർഡ് ആണ്. നിങ്ങളൊരു ബ്രാൻഡ് ബിൽഡിങ്ങിന് ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ആമസോൺ ഈസ് ദ ബെസ്റ്റ് പ്ലേസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ബ്രാൻഡ് ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ബ്രാൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു സാധനമുണ്ട്. നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് വരികയാണെങ്കിൽ ആമസോൺ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതിനെ ബ്ലോക്ക് ചെയ്യാനും കാര്യങ്ങൾക്കും. നമ്മുടെ ബ്രാൻഡ് രജിസ്ട്രി എന്നാണ് അവർ പറയുക. അത് വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണത്. ആ ബ്രാൻഡ് രജിസ്ട്രിയിൽ നമ്മുടെ പ്രൊഡക്റ്റ് ബ്രാൻഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ നമ്മുടെ അതേപോലത്തെ ബ്രാൻഡിനെ കോപ്പി ചെയ്യുന്ന വേറെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ആമസോണിൻ്റെ ത്രൂ ചാലഞ്ച് ചെയ്ത് നമുക്ക് അവരുടെ വിൽപ്പന നിർത്താൻ പറ്റും. നമ്മുടെ ബ്രാൻഡ് കുറച്ചുകൂടി പ്രൊട്ടക്റ്റഡ് ആവും. അതുകൊണ്ട് ഒരു പ്രീമിയം റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ്, പ്രീമിയം ബ്രാൻഡുകൾ ആമസോണിനാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇപ്പോൾ ഞാനിപ്പോൾ ഞാൻ മേടിക്കുന്നത് കൂടുതൽ ആമസോണാണ്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ആമസോണിൽ നിന്നാണ് കൂടുതൽ സാധനങ്ങൾ എൻ്റെ ഒരു ഇത് വരുന്നത്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ലിസ്റ്റിങ്ങിൽ കുറച്ചുകൂടി നല്ല പ്രൊഡക്റ്റുകൾ കാണുന്നതും കുറച്ചുകൂടിയും പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ ടെക്നിക്കലായിട്ടുള്ളതാണ്. ഇപ്പോൾ ആമസോണിൽ നിങ്ങൾക്ക് എനിക്കറിഞ്ഞിട്ട് താങ്കൾ ബൈക്ക് മുതൽ കാർ വരെ ആമസോണിൻ്റെ ത്രൂ നമുക്ക് മേടിക്കാൻ പറ്റും. വെൽഡിങ് മെഷീൻ മേടിക്കാൻ പറ്റും ആമസോണിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കലായിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു ഇതുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് എയർ കണ്ടീഷണർ വരെ മേടിച്ചത് മറ്റേ ആമസോണിൻ്റെ ത്രൂ ആണ്. ഞാൻ ആമസോണിൽ മേടിക്കുമ്പോൾ അതേ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് കുറച്ച് വില കുറവിൽ മറ്റേ മാർക്കറ്റിൽ, പക്ഷേ ഞാൻ ആമസോണിൽ മേടിച്ച കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഐ ട്രസ്റ്റ് ദം ബെറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്താ പറയുക, ഒരു വൈറ്റ് ഗുഡ് വിൽക്കുന്ന ഒരു സ്ഥലത്ത് പോയി അവിടുത്തെ സെയിൽസ്മാൻ പറഞ്ഞു തരുന്നതിനെക്കാട്ടും കൂടുതൽ സാധനങ്ങൾ അതിലവർ കൊടുത്തിട്ടുണ്ട്. എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ഇലക്ട്രിക് സ്പെസിഫിക്കേഷൻസ്, എങ്ങനത്തെ ഇതിനാണ് സൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ മാസ് മാർക്കറ്റിങ്ങുള്ള പ്രൊഡക്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്ലിപ്കാർട്ടിലേക്ക് പോവുക. പ്രീമിയം പ്രൊഡക്റ്റാണ്, നിങ്ങൾക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ പറയാനുണ്ട് വെച്ച് കഴിഞ്ഞാൽ ആമസോണിലേക്ക് പോവുക. ഇപ്പോൾ ഇ കൊമേഴ്സിൽ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഡ്രസ് മെറ്റീരിയൽസ് ആണ് വെച്ച് കഴിഞ്ഞാൽ ആമസോണാണ് ബെറ്റർ. ഇപ്പോൾ ആമസോണിന് പകരം ഇപ്പോൾ മിന്ത്ര വന്നിട്ടുണ്ട്, എജിയോ വന്നിട്ടുണ്ട്. അത് ക്ലോത്തിങ്ങിന് മാത്രമായിട്ടുള്ളൊരു സെഗ്മെൻറ്റാണ്. പ്രീമിയം മാർക്കറ്റിനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ ഈസ് ദ ബെസ്റ്റ് പ്ലേസ്. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസ് മാർക്കറ്റാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു മൊബൈൽ കവറാണ്. അതിന് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസ്, നിങ്ങൾക്ക് വളരെ എക്സ്ക്ലൂസീവ് ഡിസൈൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ യു ഗോ ടു ഫ്ലിപ്കാർട്ട്. പക്ഷേ അവിടെയാണ് മാസ് മാർക്കറ്റ്. അവിടെ അധികം പേര് അങ്ങനെ ബ്രാൻഡ് ചൂസ് ചെയ്ത് വരുന്ന ആൾക്കാരില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഒരു ബ്രാൻഡിനെ വലുതാക്കാനായിട്ടാണ് നിങ്ങൾ ഈ മാർക്കറ്റിലും നിങ്ങളുടെ ബ്രാൻഡിനെ വലുതാക്കണം എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ സ്റ്റിക്ക് ടു ആമസോൺ. പ്രേംകുമാർ മേനോൻ എന്ന ഒരു ബ്രാൻഡുണ്ട്. ഇത്രയും വർഷങ്ങൾ കൊണ്ട് നമ്മൾ സ്വായത്തമാക്കിയിട്ടുള്ള ഒരു പേരാണത്. ആ പേരിൽ തന്നെയാണ് താങ്കളെ ട്രസ്റ്റ് ചെയ്തിട്ട് താങ്കളിലേക്ക് ആൾക്കാർ വിവിധ സർവീസുകൾക്ക് വേണ്ടി വരുന്നത്. ഇപ്പോൾ താങ്കളുടെ ഈ ഒരു പ്രായത്തിൽ ഒരു പുതിയ ഒരു ഫെയിം ആരംഭിച്ചാലും ആ ഫെയിമിനേക്കാളും മുകളിലാണ് താങ്കളൊരു ബ്രാൻഡ് നെയിം. ഉജാല പോലെ വലിയൊരു ബ്രാൻഡ് കൊണ്ടുവന്നിട്ടുള്ള രാമേന്ദ്രൻ സാറ്, അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ അമൃതവേണി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ പ്രൊഡക്റ്റിൻ്റെ ലോഞ്ച്, ആ ഇവൻറ്റിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ എഴുതിയപ്പോൾ ഞാൻ എഴുതിയൊരു വാചകം എങ്ങനെയായിരുന്നു, ഉൽപ്പന്നം ഏതായാലും വിൽക്കുന്നത് ഈ മനുഷ്യനാണ്, കാരണം വിശ്വാസ്യത എന്നാണ് അതിൻ്റെ മറുവാക്ക്. അതുപോലെ നമ്മളൊരു പുതിയ ഫെയിം തുടങ്ങിയാലും ആ ഫെയിമിനേക്കാളും വളർച്ച ചിലപ്പോൾ നമുക്കായിരിക്കും. അപ്പോൾ ആ ഒരു പോയിന്റ് വെച്ച് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ഒരു ഇത്രയും വർഷങ്ങൾ കൊണ്ട് എത്ര ക്ലയൻറ്റുകളെ ഇപ്പോൾ ഈ താങ്കൾ തുടങ്ങി പുതിയ ഫെയിമിൽ താങ്കൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്? എത്ര കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എത്ര ക്ലയൻറ്റ്സ് ധാരാളമുണ്ട്. പക്ഷേ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ മീഡിയം സെഗ്മെൻറ്റുകളിൽ ഇപ്പോൾ ജെൻറൽ ആയുർവേദിക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ക്ലയൻ്റ് ഉണ്ട്. കുറച്ച് ഹൈ വാല്യൂവിൽ പോവുകയാണെങ്കിൽ SNA ഞങ്ങളുടെ ക്ലയൻ്റാണ്. തൃശ്ശൂരിൽ തന്നെ അമലനഗറിലുള്ള ഹോം ടു ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലയൻ്റ് ഉണ്ട് മീഡിയം ലെവലിൽ. ഈ ജെൻറൽ ആയുർവേദ SNA എന്ന് പറയുന്നത് ആയുർവേദ ഇതിൽ ഉള്ള ക്ലയൻ്റാണ്. ഹൗസ് ഹോൾഡ് ഐറ്റത്തിലുള്ള ക്ലയൻസ് ഉണ്ട്. നമുക്ക് സെക്ഷൽ വെൽനെസ്സിലുള്ള ഒരു 6-7 ക്ലയൻസ് ഉണ്ട്. അതിൽ വലിയ മാർക്കറ്റിൽ വലിയ പേരുള്ള കമ്പനികളുമുണ്ട്, സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ആക്റ്റീവായിട്ട് 18 ക്ലയൻറ്റിനാണ് ഇപ്പോൾ ഫുൾ സർവീസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് എൻഡ് ടു എൻഡ് സർവീസ് കൊടുക്കുന്ന 18 ക്ലയൻറ്റുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമില്ലാത്ത 18 ക്ലയൻ്റ് ഉണ്ട്. അത് കൂടാതെ നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു 10-24 ക്ലയൻറ്റ് വേറെയുണ്ട്. പക്ഷേ ആക്റ്റീവായിട്ട് ഇപ്പോൾ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്, എൻ്റെ ടീം ഹാൻഡിൽ ചെയ്യുന്നത് 18 ക്ലയൻറ്റിനെയാണ്. അവരുടെ എൻഡ് ടു എൻഡ് താങ്കൾ ചോദിച്ച പോലെ പ്രൊഡക്റ്റിൽ നിന്ന് കസ്റ്റമറിലേക്ക് വരെ എല്ലാ കംപ്ലീറ്റ് സർവീസുകളും നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ താങ്കളുടെ ഫെയിമിൻ്റെ ഒരു പേര്, ആ ഫെയിമിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫെയിമിൻ്റെ പേരിനപ്പുറം താങ്കളുടെ പേര് തന്നെയാണ് അതിൽ മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ എന്നാലും നമ്മളൊരു പുതിയ ഫെയിം അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അതിൻ്റെ പേരെന്താണ്, അതിൻ്റെ ഒരു ഓഫീസ്, അതായത് ഇപ്പോൾ നമ്മുടെ വ്യാപാര മേഖല മുഴുവൻ ഓൺലൈനിലാണ്. ഇപ്പോൾ നമ്മളും ഓൺലൈനിലാണോ അതല്ലെങ്കിൽ നമ്മളൊരു ഓഫീസ് എവിടെയാണത്, ടൗണിലാണോ തൃശ്ശൂരാണോ എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ എൻഡ് ടു എൻഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് മാത്രമേ വന്നിട്ട് കാര്യമില്ല.
ഓപ്പറേഷൻസിന് സ്വന്തമായിട്ടുള്ള വെയർ ഹൗസും കാര്യങ്ങളും വേണം. ഫേമിൻ്റെ പേര് ഹെഡ് ടു ഹീൽ എന്നാണ്. തല മുതൽ കാല് വരെ എന്ത് സാധനങ്ങളും നമ്മൾ രഞ്ജി പണിക്കരുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രയോഗം ഉണ്ടായിരുന്നു, ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതിയത്. അന്നാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത്, ഉച്ചി മുതൽ ഉപ്പുറ്റി വരെ. തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഓപ്പറേഷൻസ് മുഴുവൻ ഹാൻഡിൽ ചെയ്യണത്. അതായത് പാക്കിങ്, വെയർ ഹൗസിങ്, ലേബിളിങ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ മാർക്കറ്റിംഗ് ടീം തൃശ്ശൂരും ഉണ്ട്, എറണാകുളത്തും ഉണ്ട്. അവർ മാർക്കറ്റിംഗ് ബാക്ക് സൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേരളത്തിൽ ഈ 2 ഭാഗത്തു നിന്നായിട്ടാണ് നമ്മൾ സർവീസ് ചെയ്യുന്നത്. തൃശ്ശൂരിൽ നഗരമധ്യത്തിൽ തന്നെയാണ് ഹെഡ് ടു ഹീൽ എന്നുള്ള സ്ഥാപനമുള്ളത്. അവിടെ ഓപ്പറേഷൻസാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മുടെ വെയർ ഹൗസിങ്ങും കാര്യങ്ങളും അവിടെയാണ്. കണ്ടിട്ടുള്ള വേറൊരു പ്രശ്നം അതായിരുന്നു. അതായത് ഈ സാധനം കൊണ്ടുവച്ച് റീപാക്ക് ചെയ്യാനുള്ളൊരു സൗകര്യമില്ലായ്മയാണ് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഒരുമിച്ച് കൊണ്ട് കൊടുക്കുന്നതിന് പകരം 100 ആൾക്കാർക്ക് കൊടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ വേണം. ആ ഒരു വെയർ ഹൗസിംഗ് സർവീസ് കൂടി നമ്മുടെ ഓപ്പറേഷൻസിൽ വരുന്നുണ്ട്. അപ്പോൾ ഹെഡ് ടു ഹീൽ എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ്സിൽ വിളിക്കുന്നതും ഹെഡ് ടു ഹീലിൻ്റെ ആരെങ്കിലും ആയിരിക്കും ആദ്യം അറ്റൻഡ് ചെയ്യുക. അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ ടേക്കപ്പ് ചെയ്യുന്ന, ഞാനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും സീനിയർ മെമ്പറോ ടേക്കപ്പ് ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ ഏത് സമയത്തും നമ്മുടെ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഐ എം നോട്ട് സേയിങ് 100% നമ്മൾ സക്സസ്ഫുൾ ആവുന്നു. ഞങ്ങൾക്കും ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ആസ് ഐ സെഡ്, ടെക്നോളജി എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര വലിയ ടെക്നോളജി ആണെങ്കിലും പിന്നെ ഒരു മനുഷ്യർക്ക് തെറ്റ് പറ്റാം. പക്ഷേ ഞങ്ങളത് മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് ചെയ്തു പോകുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ, ഞങ്ങൾ വലുതാവണമെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് വലുതാവണം. നിങ്ങളുടെ ബ്രാൻഡ് വലുതായാലാണ് ഞാൻ വലുതാവുകയുള്ളൂ. നിങ്ങൾക്ക് പണം ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് പണം ലഭിക്കുന്നത്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിലും അതെ, നമ്മൾ നമ്മുടെ കസ്റ്റമർ മ്യൂച്വൽ ഗ്രോത്ത് അങ്ങനെ വളരാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്തായാലും ഇ കൊമേഴ്സിൻ്റെയും ഓൺലൈൻ വ്യാപാരത്തിൻ്റെയൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ വീടുകളിലും ഒരു 1-2 പേരെങ്കിലും ഇതിൽ വളരെ കൃത്യമായിട്ട് സാക്ഷരത നേടിയ ആളുകളുള്ള കേരളത്തിൽ ഈ ഒരു മേഖലയിൽ ഇനിയും ഒരുപാട് വിജയങ്ങൾ നേടാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ അപ്ഡേഷൻസ്, പുതിയ മാറ്റങ്ങളും ആയിട്ട് നമുക്കിനിയും കാണാം. നന്ദി.